മർക്കോസ് വിശേഷം 13 അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ടെ. ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാർക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 28 to 31. അതെ, മർക്കോസ് വിശേഷം 13 അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് വിശേഷം 13 അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. മത്തായി കഴിഞ്ഞ രണ്ടാമത്തെ പുസ്തകമാണ് പുതിയ നിയമത്തിൽ. മർക്കോസ് കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. യെസ്, അതേ ശബ്ദത്തിൽ, നല്ല ശബ്ദത്തിൽ ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെ നിങ്ങൾ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകത്തില്ല. ഏതൊക്കെ ഒഴിഞ്ഞു പോകും? ആകാശം ഒഴിഞ്ഞു പോകും, ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ കർത്താവിൻ്റെ വചനമോ എന്നേക്കും ഒഴിഞ്ഞു പോകയില്ല. പുല്ല് ഉണങ്ങും, പൂവാടും, കർത്താവിൻ്റെ വചനമോ എന്നേക്കും പറഞ്ഞേ നിലനിൽക്കുന്നത്. കർത്താവ് നിലനിൽക്കുന്നു, അതുപോലെ കർത്താവിൻ്റെ വചനവും നിലനിൽക്കുന്നു. ദൈവത്തിന് കാലഹരണം ഇല്ല, ദൈവത്തിൻ്റെ വചനം പഴകിപ്പോകത്തില്ല. പക്ഷെ നാം കേൾക്കുവാൻ പോകുന്നതായ ഈ ദൂതിൻ്റെ യഥാർത്ഥ സംഗ്രഹം കിടക്കുന്നത് 30 വാക്യത്തിലാണ്. മർക്കോസ് 13 അധ്യായം 30 വാക്യത്തിലാണ്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. നാം കേൾക്കുന്ന ഈ നല്ല ദൂതിൻ്റെ ഹ്രസ്വമായ ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് പ്രസൻറ്റ് ജനറേഷൻ, ഇന്നത്തെ തലമുറ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ഇന്നത്തെ തലമുറ? സ്തോത്രം. ഇന്നത്തെ തലമുറ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഒലിവുമലയിൽ താനായിരിക്കുമ്പോൾ 3 ശിഷ്യന്മാരല്ല, അന്ത്രയോസിനെയും കൂടെ കൂട്ടി 4 ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. മറ്റു 3 പേർ ആരൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 4-മതായി അന്ത്രയോസ്. ഒരു 4 തൂണുകൾ എന്നതുപോലെ ഈ 4 പേർ കടന്നു വന്ന് ലോകത്തിൻ്റെ അവസാനം എപ്പോൾ സംഭവിക്കും, അങ്ങയുടെ വരവ് എപ്പോൾ ആയിരിക്കുമെന്ന് ചില ചോദ്യങ്ങൾ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു അവരോട് സംഭാഷിച്ച, കർത്താവ് അവരോട് സ്തോത്രം തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞതായ, സംഭാഷിച്ചതായ ആ സംഭാഷണമാണ് ഒലിവറ്റ് ഡിസ്ക്ലോസ് അഥവാ ഒലിവുമലയിലെ സംഭാഷണം എന്ന് പറയുന്നത്. അതൊരു സാധാ സംഭാഷണമല്ലായിരുന്നു സഹോദരങ്ങളെ. എൻ്റെ ഓരോ വാക്കും പ്രവചന ദൂതുകളായിരുന്നു. വ്യക്തികളെ മാത്രമല്ല, കുടുംബങ്ങളെ മാത്രമല്ല, യെരൂശലേം പട്ടണത്തെ, ഇസ്രായേലിനെ മുഴുവനായി, അല്ലെങ്കിൽ യഹൂദ ജാതിയെ മുഴുവനായി, ലോകരാജ്യങ്ങളെ മുഴുവനായി സ്വാധീനിക്കുന്ന വലിയ പ്രവചനമാണ് യേശു പറഞ്ഞത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവചന ദൂതുമായി വായി തുറക്കുമ്പോൾ മനസ്സിലാക്കുക, അത് മനുഷ്യനെ സ്വാധീനിക്കുന്നു. ഓ ഖമാൻ, പ്രവാചകന്മാർ ഇന്ന് മകൾ കേൾക്കട്ടെ, അത് മനുഷ്യനെ സ്വാധീനിക്കുന്നു, മനുഷ്യനെ അത് മാറ്റുന്നു. ശബ്ദം നിങ്ങളുടേതായിരിക്കാം, പക്ഷേ അതിൻ്റെ ദൂത് ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവചന ദൂതിന് ഒരിക്കലും വൃഥാവായി മടങ്ങി വരുവാൻ കഴിയത്തില്ല. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകനാകുന്ന കർത്താവ് യേശു ക്രിസ്തു, കള്ളം പറയാത്ത കർത്താവ്, കാപട്യമില്ലാത്തവനായ കർത്താവ്, പറഞ്ഞ് ചതിക്കാത്തവനായ കർത്താവ്, ഞാൻ തന്നെ വഴിയും സത്യമെന്ന് അരുളി ചെയ്തവനായ കർത്താവ്, പുസ്തകം പറയുന്നു നേരെ വാ നേരെ പോ എന്ന് പറയുന്നതായ കർത്താവ്, ഹല്ലേലൂയ, ഒന്നിനും വഴിമാറാത്ത സിംഹമാകുന്ന കർത്താവ്, പാമ്പിനെ പോലെ വളഞ്ഞു പോകാത്തവനായ കർത്താവ്, പഴയ പാമ്പിൻ്റെ തലയെ തകർത്ത കർത്താവ്, തിരുവായി മൊഴിഞ്ഞ് ശിഷ്യന്മാരോട് സ്തോത്രം യെരൂശലേം പട്ടണത്തെക്കുറിച്ച്, യഹൂദ ജാതിയെക്കുറിച്ച്, ഇസ്രായേൽ രാജ്യത്തിൻ്റെ സ്തോത്രം ഭാവിയെക്കുറിച്ച്, തീർന്നില്ല, ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, സഭയെക്കുറിച്ച് ഒക്കെ ഗംഭീരമായി പ്രവചിപ്പാൻ തുടങ്ങി. യേശുവാരാണ്? അവൻ പ്രവചന വരത്തിൻ്റെ ഇരിപ്പിടം മാത്രമല്ല, അവൻ പ്രവചനങ്ങളുടെ ഉടമസ്ഥന് മാത്രമേ. പ്രവചനം എന്ന് പറയുന്നത് 2 പത്രോസിന്റെ ലേഖനം 1 അധ്യായം 20-21 വാക്യങ്ങൾ പറയുന്നു. ഊഹാഭോഗമല്ല പ്രവചനം, പകരം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ദൈവം മനുഷ്യരിലൂടെ സംസാരിക്കുന്നതാണ് പ്രവചനം.
യേശു കർത്താവിൽ സ്തോത്രം ഊടും പാപം എന്ന് ഇട്ട് നെയ്തിരിക്കുന്ന ഒരു വസ്ത്രം പോലെ യേശുവിൻ്റെ ജീവിതത്തിൽ സകല പ്രവചനങ്ങളും നിറവേറിയത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. സോ ഈ ഒലിവറ്റ് ഡിസ്ക്ലോസ് അല്ലെങ്കിൽ ഒലിമലയുടെ സംഭാഷണം ബൈബിളിൻ്റെ 3 പ്രധാനപ്പെട്ട അധ്യായങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 24-ാം അധ്യായം, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ ഈ ഒലിമലയിലെ അവസാനമായിട്ടുള്ള സംഭാഷണം നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ കേൾക്കണമേ, ഒലിമല ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതായ സമയത്ത് ഒലിമല ഒരു പ്രാർത്ഥനാ സ്ഥലമായിരുന്നു. ഒലിമല ഒന്നാമതായി പറഞ്ഞാട്ടെ എന്താണ്? ഒരു പ്രാർത്ഥനാ സ്ഥലമായിരുന്നു. പ്രാർത്ഥനാ സ്ഥലമായിരുന്ന ഒലിമല ഇപ്പോൾ പ്രവചന പീഠം ആയിരിക്കുന്നു. ഓ കമാൻ, സ്തോത്രം. പ്രാർത്ഥനാ സ്ഥലമായത് പ്രവചന പീഠമായെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ റൂമുകളിൽ സംഭവിക്കട്ടെ, നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കട്ടെ, നമ്മുടെ സഭകളിൽ അത് സംഭവിക്കട്ടെ. കാരണം പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നത് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നു. പ്രവചനത്തിൽ ഉണ്ടാകുന്നത് ദൈവം നിങ്ങളിലൂടെ സംസാരിക്കുന്നു. ഓ കമാൻ, ഈ തലസ്ഥാന നഗരികളിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ സർവശക്തനായ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ പ്രവചനത്തിൽ സംഭവിക്കുന്നത് ദൈവം നിങ്ങളിലൂടെ സംസാരിക്കുന്നു. ഒലിവുമലയിൽ കടന്നുപോയി കർത്താവ് ധാരാളം പ്രാർത്ഥിച്ചിരുന്നു. ആ വലിയ പ്രാർത്ഥനയുണ്ടല്ലോ, ശിഷ്യന്മാരെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, റോൾ മോഡൽ പ്രെയർ, കർത്താവിൻ്റെ പ്രാർത്ഥന. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ. യെസ്, അത് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചത് ഇതേ ഒലിവുമലയിൽ വെച്ചായിരുന്നു. ഇന്നലെ അതേ പ്രാർത്ഥന ശബ്ദമായി ഉയർന്നത് ഇന്ന് പ്രവചന ശബ്ദമായി വെളിപ്പെടുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാർത്ഥിച്ച വ്യക്തികളെല്ലാം ഗെറ്റ് റെഡി, ഒരുങ്ങിക്കോ. നിങ്ങളുടെ ടോൺ മാറും, നിങ്ങളുടെ വാക്കുകൾ മാറും. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതും ആരും പറഞ്ഞു തന്നിട്ടില്ലാത്തതുമായ വാക്കുകൾ ഒരു നദി ഒഴുകുന്നത് പോലെ നിങ്ങളുടെ ആധരങ്ങളിലൂടെ ഒഴുകുവാൻ വേണ്ടി പോകുന്നു. കാരണം അവൻ സ്തോത്രം ഇന്നലത്തെ പ്രാർത്ഥനകളെ ഇന്ന് പ്രവചന ദൂതുകൾ ആക്കുന്നവനാണ്. തിരുവചനം പറയുന്നു, സ്തോത്രം, അതെ, യേശു കർത്താവ് ദൈവകൃപയാൽ അവൻ പ്രവചിപ്പാൻ തുടങ്ങി എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി, സ്തോത്രം, ദ ആക്യുറസി ഓഫ് ദ പ്രൊഫസി, പ്രവചനത്തിൻ്റെ കൃത്യത. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, കൃത്യത. പ്രവചനത്തിൻ്റെ കൃത്യത. സ്തോത്രം. ദൈവം, അതെ, സ്തോത്രം, കൃത്യമായി പ്രവചിക്കുന്നവനാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, ദൈവം പറയുന്നത് പോലെ ചെയ്യും, ദൈവം ചെയ്യുന്നത് മാത്രമേ പറയത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ കൃത്യത എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ കൃത്യത. നമ്മൾ കേൾക്കുകയുണ്ടായി ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രവചനത്തിൻ്റെ 2 കൃത്യത, പ്രത്യേകിച്ച് എസ്കറ്റോളജിക്കൽ വ്യൂവിൽ അല്ലെങ്കിൽ അന്ത്യകാലത്തെക്കുറിച്ച് നിങ്ങൾ ഈ പുസ്തകത്തിലുള്ളതായ കാര്യങ്ങൾ ധാരാളമായി പഠിക്കണം. യുദ്ധങ്ങളെക്കുറിച്ച് നിറഞ്ഞിരിക്കുന്നതായ കാലഘട്ടം, യുദ്ധശ്രുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാലഘട്ടം, ഏത് നേരം എന്തും സംഭവിക്കാം എന്നുള്ള കാലഘട്ടം, സഭാ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടം. സ്തോത്രം. തിരുവചനത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയി ഒന്നും എഴുതി കിട്ടിയില്ല. മനുഷ്യർക്ക് മനസ്സിലാകാത്തതായി കർത്താവ് ഒന്നും എഴുതി വെച്ചില്ല. ഇത് ആരും അറിയല്ല എന്ന് പറഞ്ഞ് തിരുവചനത്തിൽ കർത്താവ് ഒന്നും എഴുതി വച്ചില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് ആരും മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞ് കർത്താവ് എഴുതി വച്ചിട്ടില്ല. പകരം കർത്താവ് പറഞ്ഞത്, ഇത് വായിക്കുന്ന ഏവനും ഭാഗ്യവാനാണ്, ഇതെല്ലാവരും അറിയണം എന്ന് പറഞ്ഞാണ് കർത്താവ് എഴുതി വച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുസ്തകം മേശപ്പുറത്തും അലമാരയിലുമല്ല വെക്കേണ്ടത്. ഈ പുസ്തകം വായിക്കണം, അത് ഹൃദയത്തിൽ ധ്യാനിക്കണം. സ്തോത്രം. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും, നിങ്ങൾക്കത് വിടുതലായിരിക്കും. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർ, യേശുവിനെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. യേശുവിനെ സ്നേഹിക്കുന്നവർ യേശുവിൻ്റെ വചനത്തെയും സ്നേഹിക്കും. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. So the accuracy of the prophecy, സ്തോത്രം. അന്ത്യകാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ 2 വേദഭാഗങ്ങൾ ഒരിക്കലും സ്തോത്രം നിങ്ങൾ മറന്നു പോകല്ല. നമ്പർ 1, ഒന്നാമത് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടതായ വാക്യം, സ്തോത്രം, വചനം, ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. പല പ്രാവശ്യം ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനിത് പറഞ്ഞതാണ്. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. കാരണം ദാനിയേൽ വളരെ കൃത്യമായി 70 ആഴ്ചവട്ടത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ചിലത് സ്തോത്ര ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് ഞാൻ ഈ വേദഭാഗം വ്യാഖ്യാനിക്കട്ടെ. സ്തോത്രം. കൃത്യമായി ദാനിയേൽ പറഞ്ഞു, ഒരു പ്രത്യേക ദിവസം വരുന്നുണ്ട്. ആ പ്രത്യേക ദിവസത്തിൽ സ്തോത്രം, ഇതാ ആ പ്രത്യേക ദിവസം
ദിവസത്തിൽ സ്തോത്രം യേശു കർത്താവ് അതായത് മിശിഹ, സ്തോത്രം മിശിഹ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി അവൻ്റെ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. ദാനിയേൽ മാത്രമല്ല പറഞ്ഞത്, സ്തോത്രം സഖരിയ 9:9 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്തോത്രം നിങ്ങൾ ചില സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ സ്തോത്രം ഒരു അമ്മ കഴുതയെ മാത്രമല്ല സ്തോത്രം കർത്താവ് ശിഷ്യന്മാരെ വിട്ട് സ്തോത്രം അവൻ വിളിച്ചിട്ട് വരുവാൻ വേണ്ടി പറഞ്ഞത് ഒരു കുഞ്ഞു കഴുതയെ കൂടെ കർത്താവ് സ്തോത്രം വിളിച്ചു വരുത്തി. അതെ, എന്താണ് അമ്മയെ മാത്രം, അമ്മ കുഞ്ഞിനെ വിട്ടിട്ട് സ്തോത്രം അമ്മ മാത്രം വന്നാൽ കുഞ്ഞുമായിട്ടുള്ള വേർപാടിൽ, കുഞ്ഞുമായിട്ടുള്ള ആ സെപ്പറേഷനിൽ അമ്മ കർത്താവിനെ മുന്നോട്ട് കൊണ്ടുപോകത്തില്ല. അമ്മ അവിടെ തന്നെ കറങ്ങിയിരിക്കും. ഇപ്പം തന്നെ ചില അമ്മമാർ വീടിനെക്കുറിച്ചും ഗ്യാസ് അടച്ചോ ഗേറ്റ് പൂട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ധ്യാനിച്ചും മാനിച്ചും ഒക്കെ ഇരിക്കുന്നത് പോലെ കുഞ്ഞിനെ വിട്ടിട്ട് വന്നാൽ സ്തോത്രം അതെ അമ്മയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഇനി കുഞ്ഞിനെ മാത്രം കിട്ടിയാൽ കുഞ്ഞിൻ്റെ പുറത്ത് യേശുവിനെ കയറിയിരിക്കാൻ കുഞ്ഞിന് ഭാരം വഹിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് മിക്കവാറും ഹിസ്റ്ററി ഇങ്ങനെയാണ് പറയുന്നത്, അമ്മയും കുഞ്ഞിനെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി സ്തോത്രം അത് മേൽമുണ്ട് കൊണ്ട് മൂടി അതിൻ്റെ പുറത്ത് കർത്താവ് വരുന്നു. മീനിങ് ഈ തലമുറയ്ക്കുള്ള പ്രത്യേകത, മുതിർന്നവരും കുഞ്ഞുങ്ങളും ഒരുമിച്ച് യേശുവിൻ്റെ സാന്നിധ്യത്തെ ചുമക്കുവാൻ വേണ്ടി പോകുന്നു. പ്രസന്റ് ജനറേഷൻ, ഇന്നത്തെ തലമുറ. സ്തോത്രം അതെ കേൾക്കണമേ. അങ്ങനെ യേശു കർത്താവ് യെരൂശലേമിൽ എന്നാണ് കടന്നു വരുന്നതെന്ന് കൃത്യമായി ദാനിയേൽ പ്രവചിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ സ്തോത്രം 42-ാം വാക്യത്തിൽ കർത്താവ് യേശു യെരൂശലേം പട്ടണത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്തോത്രം ഇസ്രായേൽ രാജ്യത്തെ നോക്കി പറഞ്ഞത്, ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്നത്തെ ദിവസം, എല്ലാവരും പറഞ്ഞാട്ടെ, ഇന്നത്തെ ദിവസം. മീനിങ് സ്തോത്രം ആ ദിവസമാണ് മെസ്സിഹ യെരൂശലേം പട്ടണത്തിൽ പ്രവേശിക്കേണ്ടത്. അതാണ് സ്തോത്രം അതിൻ്റെ ആക്യുറസി. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട ദിവസത്തിൽ ചെയ്യുന്നവനാണ് ദൈവം. ഒരിക്കൽ കൂടെ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ ചെയ്യേണ്ട ദിവസത്തിൽ ചെയ്യുന്നവനാണ് ദൈവം. എത്ര ഹെരോദാക്കന്മാർ എഴുന്നേറ്റാലും, എത്ര കയ്യഫാവുണ്ടെങ്കിലും, എത്ര ഹന്നാവുണ്ടെങ്കിലും, ഏതൊക്കെ ഭൂതമുണ്ടെങ്കിലും യേശുവിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഏത് കറുത്തവാവ്, വെളുത്തവാവ്, പൗർണമാസി, ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് ഏതൊക്കെ ഭൂതത്തെ എഴുന്നേൽപ്പിച്ചു വിട്ടാലും അന്നത്തെ കർത്താവ് ഇന്ന് സിംഹാസനത്തിലുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യേണ്ട ദിവസത്തിൽ തന്നെ ചെയ്യും. കണ്ണു തുറന്ന് കേൾക്കണമേ, ജീസസ് അൺസ്റ്റോപ്പബിൾ. യേശുവിനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. തക്ക സമയത്ത് അതേ ദിവസം തന്നെ കർത്താവ് യെരൂശലേമിൽ വന്നത്. എന്തൊരു ആക്യുറസി! സ്തോത്രം. അതെ, ദാനിയേൽ പറഞ്ഞത് 500 വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ കറക്റ്റായി ആ ദിവസം തന്നെ യേശു വന്നു. ആ ദിവസം തന്നെ യേശു യെരൂശലേമിൽ വന്നെങ്കിൽ ദൈവത്തിൻ്റെ ഒരു നേരമുണ്ട്, ദൈവത്തിനൊരു ദിവസമുണ്ട്. അതേ ദിവസത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവകൃപയാൽ കടന്നു വരിക തന്നെ ചെയ്യും. എല്ലാ ഡിലേ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. വന്നുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ വന്നുകൊണ്ടിരിക്കുന്നു. കേട്ടില്ല? അവിടുത്തെ വന്നുകൊണ്ടിരിക്കുന്നു, ആ അത്ഭുതം വന്നുകൊണ്ടിരിക്കുന്നു. ആർക്കും വേണ്ടേ? ആ അത്ഭുതം വന്നുകൊണ്ടിരിക്കുന്നു, ആ മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രാർത്ഥന മറുപടി വന്നുകൊണ്ടിരിക്കുന്നു. ദാനിയേൽ പറഞ്ഞ അതേ ദിവസത്തിൽ കർത്താവ് കടന്നു വന്നു. വീണ്ടും നമ്മൾ കേൾക്കുകയുണ്ടായി ദ ആക്യുറസി ഓഫ് ദ പ്രോഫസി, പ്രവചനത്തിൻ്റെ കൃത്യത. സ്തോത്രം. ഒരു നാഷണൽ പ്രോഫറ്റായി ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ച്. ആ നാഷണൽ പ്രോഫറ്റ് കേൾക്കാൻ ഭയങ്കര സുഖമാണ്. രാജ്യത്തിൻ്റെ പ്രവാചകൻ കേൾക്കാൻ ഭയങ്കര സുഖമാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ റാങ്ക് കൂടുന്തോറും ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കണം. ഹലോ, നിങ്ങളുടെ റാങ്ക് കൂടുന്തോറും, ദൈവരാജ്യത്തിൽ നിങ്ങളുടെ റാങ്ക് കൂടുന്തോറും സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്വാധീനവും ദൈവം നിങ്ങളുടെ ലൈഫിൽ ഡിമാൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് നാഷണൽ പ്രോഫറ്റായ ആ എസെക്കിയേലിനെ നോക്കി ദൈവം പറഞ്ഞു, നീ സ്തോത്രം എങ്ങനെ കിടന്നുറങ്ങണമെന്ന് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. നീ വല്ലവളെയും കുറിച്ച് ഓർത്ത് വല്ല ഓർത്ത് എങ്ങനെയെങ്കിലും നിനക്ക് ചിന്തിച്ചിരിപ്പാൻ കഴിയത്തില്ല. നീ
എൻ്റെതാ. രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിപ്പാൻ കഴിയത്തില്ല. 100% നീ ദൈവത്തിൻ്റെതാ. സ്വന്തം കരങ്ങളെ ഉയർത്തി ഈ തലമേൽ വെച്ച് പറ, 100%. കേട്ടില്ല മക്കളെ? ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ ശക്തിയോടെ, 100% ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാ. എസെക്കിയേൽ പ്രവചനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ, നീ ഇസ്രായേൽ പാപത്തിന് വേണ്ടി, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ പാപത്തിനു വേണ്ടി ഇടത്തേക്ക് 390 ദിവസം കിടക്കണം. യഹൂദയുടെ പാപത്തിനു വേണ്ടി വലത്തേക്ക് തിരിഞ്ഞ് 40 ദിവസം കിടക്കണം. ഹേ ദൈവദാസനെ, നീ എങ്ങനെ കിടക്കണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. എന്തൊരു ദൈവം! നീ ഇടത്തോട്ട് കിടക്കുമ്പോൾ അതിനൊരർത്ഥമുണ്ട്, നീ വലത്തോട്ട് കിടക്കുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. നിനക്ക് നാട്ടുകാരെ പോലെ ഉറങ്ങാൻ അനുവാദമില്ല, നിനക്ക് നാട്ടുകാരെ പോലെ സംസാരിക്കാൻ അനുവാദമില്ല, നിനക്ക് ദൈവമില്ലാത്ത മറ്റുള്ളവരെ പോലെ ജീവിപ്പാൻ അനുവാദം ഇല്ല. അടുത്തൊരു ദൂതിൻ്റെ തലക്കെട്ടെങ്കിലും അഡ്വാൻസായി ഞാൻ പറയട്ടെ, യു ആർ അണ്ടർ അറസ്റ്റ്. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലോക്കൽ പോലീസല്ല, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എസെക്കിയേൽ അങ്ങനെ കിടന്നു. ഇടത്തേക്ക് തിരിഞ്ഞ് 390 ദിവസം, വലത്തേക്ക് തിരിഞ്ഞ് സ്തോത്രം 40 ദിവസം. ഒരു ദിവസം എന്നത് ദൈവത്തിന് ഒരു വർഷമെന്ന് തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞു. 390 അധികം 40 സമം 430 സംവത്സരം. മിസ്രൈം ദേശത്തിലേക്ക് അവർ പ്രവാസത്തിലായി പോയ അതേ വർഷം 430 സംവത്സരം, 430 ഇയേഴ്സ്. അത് ഇസ്രായേലിന് ഒരു ശിക്ഷാകാലമായിരുന്നു. അതെ, ഈജിപ്തിൽ അവർ കയറി ഇറങ്ങിയത് നന്മയ്ക്ക്, ബാബേലിൽ അവർ കയറി ഇറങ്ങിയത് തിന്മയ്ക്ക്. 2 തരത്തിൽ നിങ്ങൾക്ക് വിഷയങ്ങൾ ഉണ്ടാകുന്നു, നിങ്ങൾക്ക് 2 തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഞാൻ അങ്ങനെ പറയട്ടെ ഒരിക്കൽ കൂടെ, 2 തരത്തിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നു. നിങ്ങളെ വളർത്തുവാൻ വരുന്ന പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് വളർത്തുവാൻ വരുന്ന പ്രശ്നങ്ങൾ. ചിലപ്പോൾ ബാലശിക്ഷകളായി ദൈവം നൽകുന്ന പ്രശ്നങ്ങളുണ്ട്. പ്രമാണം കിട്ടിയവനെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ കഴിയത്തില്ല. പ്രമാണം കിട്ടിയവർക്ക് പ്രമാണം അനുസരിച്ച് ജീവിക്കാനേ കഴിയത്തുള്ളൂ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അങ്ങനെ ഇസ്രായേൽ നേരെ ചൊവ്വേ ജീവിക്കാത്തത് കൊണ്ട് ദൈവം 430 സംവത്സരം അവർക്ക് ശിക്ഷ വിധിക്കുകയുണ്ടായി. എന്നാൽ ആ പ്രവാസകാലത്ത്, മക്കളെ കണ്ണുറന്ന് നിൽക്ക്, ആ പ്രവാസകാലത്ത് സ്തോത്രം, നീ നേരെ ജീവിച്ചില്ലെങ്കിൽ നിനക്ക് 7 മടങ്ങ് നിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കുമെന്ന് ലെവിയ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടതാണ്. 7 മടങ്ങ് നിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കും. അതുവരെ ഇസ്രായേലിന് സ്വന്തം ദേശമില്ല. അവരിങ്ങനെ ലോകം മുഴുവൻ അലഞ്ഞു നടക്കുകയാണ്. പ്രധാനമായി സ്തോത്രം യൂറോപ്പിൽ അവർ അലഞ്ഞു നടക്കിയ വേട്ടപ്പട്ടി പോലെ അവരെ വേട്ടയാടുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരെ ഓരോ സമയങ്ങളിൽ യഹൂദ ജനത്തെ കൊല്ലുകയാണ്. അവർക്ക് ഒളിക്കാൻ ഒരു സ്ഥലമില്ലാതെ ഇരുന്ന കാലഘട്ടത്തിൽ അമേരിക്ക കണ്ടുപിടിക്കുകയുണ്ടായി. ഓ കമോൺ, ഈ ദിവസങ്ങൾ ആരെങ്കിലും അമേരിക്കൻ ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഒരിക്കൽ കൂടെ, ഇഷ്ടപ്പെട്ടില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടി ഈ ആഴ്ച നിർബന്ധമായി പ്രാർത്ഥിച്ചാട്ടെ. കാരണം അത് അമേരിക്കയെ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ളതായ മിക്കവാറും എല്ലാ രാജ്യങ്ങളെ ഭയങ്കരമായി അത് സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നു. ദൈവമില്ലാത്തതായ ആർക്കും വോട്ടിടരുത്. കേട്ടവർ മാത്രം ആമേൻ പറ. ഈ ആഴ്ച സ്തോത്രം ദൈവസഭയ്ക്ക് ഒരു സെലിബ്രേഷൻ ദൈവകൃപയാൽ വെളിപ്പെടട്ടെ. ഞാൻ പറഞ്ഞത് ഇസ്രായേൽ, യഹൂദന്മാർ ദേശം മുഴുവൻ, ലോകം മുഴുവൻ ചിതറിപ്പിക്കപ്പെട്ടു. ഏറ്റവും അധികമായി യൂറോപ്പിൽ വെച്ച് അവർ പീഡിപ്പിക്കപ്പെട്ടു. അമേരിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം അവർക്ക് ഒളിക്കാനായി ദൈവം സ്തോത്രം അതെ അവിടെ പ്രാർത്ഥന അനുസരിച്ച് തുറന്നു കൊടുത്തു. പക്ഷേ അമേരിക്ക ആകട്ടെ, യൂറോപ്പാകട്ടെ, വേറെ സ്ഥലങ്ങളാകട്ടെ, അതൊന്നും അവരുടെ സ്വന്തം സ്ഥലങ്ങളല്ല. കാരണം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കുകയാണ്. മാത്രമല്ല, നീ ശിക്ഷ തന്നിട്ട് നീ നേരെ ജീവിക്കാത്തത് കൊണ്ട് ഞാൻ 7 മടങ്ങ് നിൻ്റെ ശിക്ഷയെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിന്നെ രാജ്യമായി ഞാൻ നിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എപ്പോഴാണ് ഞാൻ നിന്നെ രാജ്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഒരു രാജ്യമായി ഞാൻ നിന്നെ സ്ഥാപിക്കുന്നത് എപ്പോഴാണ്? കൃത്യമായി ഈ ശിക്ഷാവിധി കഴിയുമ്പോൾ. സ്തോത്രം. ഞാൻ ഈ ദൂതിൽ തുടർന്ന് ആവർത്തിച്ച് പറയും. മെയ് മാസം 14-ാം തീയതി 1948 എസെക്കിയേൽ പറഞ്ഞ അതേ പ്രവചനം നിവർത്തി നിറവേറിയത്
സ്തോത്രം. അതെ, 1948 മെയ് മാസം 14 ഇസ്രായേൽ സ്വതന്ത്രയായി. യെശയ്യാ പറഞ്ഞു, ഒരു രാത്രി കൊണ്ട് ഒരു രാജ്യം ജനിക്കുമോ? യെസ്, അത് സംഭവിച്ചു, അത് സംഭവിച്ചു. സോ അതിനെക്കുറിച്ചാണ് കർത്താവ് ഇതാ സ്തോത്രം ഒലിവുമലയിരുന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്. യേശു കർത്താവ് സ്തോത്രം അതേ ഒലിവുമലയിലിരുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഇതാ സ്തോത്രം ഇത് കാണുന്നതായ ഒരു തലമുറയുണ്ട്. സ്തോത്രം. എന്തെങ്കിലും മനസ്സിലായെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇത് ഒരിക്കൽ കൂടെ ശക്തിയോടെ, യെസ്, ഇത് കാണുന്നതായ ഒരു തലമുറയുണ്ട്. ഏത് കാണുന്നതായ തലമുറ? മർക്കോസ് സുവിശേഷം 13 അധ്യായം അതിൻ്റെ സ്തോത്രം അതേ 30 വാക്യം വായിക്കുമ്പോൾ, അതിൻ്റെ 30 വാക്യം വായിക്കുമ്പോൾ ഇത് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. നോക്കണമേ, 28 വാക്യത്തിൽ കാണുന്നു, സ്തോത്രം അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അത് കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സോ 2 വാക്യങ്ങളെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഞാൻ പറയട്ടെ. അത്തി തളിർക്കുന്നത് കാണുന്ന ഒരു തലമുറയുണ്ട്. ഒരിക്കൽ കൂടെ, അത്തി തളിർക്കുന്നത് കാണുന്ന ഒരു തലമുറയുണ്ട്. 3 വാദങ്ങളാണ് ഈ തലമുറയെക്കുറിച്ച് പറയുന്നത്. 3 തരത്തിലുള്ളതായ അഭിപ്രായങ്ങളാണ് തിയോളജിയന്മാരുടെ ഇടയിൽ വർഷങ്ങളായി സ്തോത്രം ഉള്ളത്. എന്നാൽ സ്തോത്രം അതെ, ഒരു കൂട്ടർ പറഞ്ഞു ആ തലമുറ എന്ന് പറയുന്നത് AD 32 കർത്താവ് പറയുന്നതായ സമയത്ത് അന്നുള്ളതായ യഹൂദന്മാരാണ് ആ തലമുറ. എന്നാൽ യഹൂദന്മാരെ കുറിച്ചല്ല കർത്താവ് അത് പറഞ്ഞത്. എന്നാൽ വേറെ കൂട്ടർ പറഞ്ഞു AD 32 യേശു കർത്താവ് ഈ പ്രവചനം പറയുമ്പോൾ അന്ന് ഉണ്ടാകാൻ പോകുന്നതായ സഭ, ആദിമ സഭയാണ് ആ തലമുറ. നോ, അത് യഹൂദന്മാരല്ല, ആദിമ സഭയും അല്ല. പകരം അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്ത്, അത്തി തളിർക്കുമ്പോൾ കാണുന്നതായ തലമുറ. സ്തോത്രം. അത്തി തളിർത്തത് കണ്ട തലമുറ. അർത്ഥം മെയ് മാസം 14 1948 ഇസ്രായേൽ എസ്റ്റാബ്ലിഷ് ആയത്, ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടത് കാണുന്നതായ തലമുറ. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സോ ഈ തലമുറ ഏറ്റവും ഭാഗ്യമുള്ള തലമുറ. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടില്ല, എഴുതിയെടുത്ത് കാണുന്നത് പഠിക്ക്. ദിസ് ഈസ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് ജനറേഷൻ. ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറ. എന്താണ് ഇത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തലമുറ എന്ന് പറയുന്നത്? മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ, സഭ ഉണ്ടായതിൽ പിന്നെ മറ്റേതൊരു കാലഘട്ടത്തെക്കാൾ ഏറ്റവും അധികമായി പ്രവചനങ്ങൾ നിറവേറിയത് ഈ തലമുറയിലാണ്. മറ്റേ ഏതൊരു കാലഘട്ടത്തേക്കാൾ 1948 മുതൽ 2024 നവംബറിലാണല്ലോ നമ്മളായിരിക്കുന്നത്. ഈ കാലയളവിലാണ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളിൽ സ്തോത്രം ധാരാളം ദൈവകൃപയാൽ നിറവേറിയിരിക്കുന്നത്. സോ യേശു കർത്താവ് സ്തോത്രം അതേ അവണ്ണം സ്തോത്രം അതേ പ്രവചിക്കുകയാണ്. 2 കൂട്ടരെ കുറിച്ചാണ് കർത്താവ് ആ ഒലിവെട്ട് ഡിസ്ക്ലോസിൽ അല്ലെങ്കിൽ ഒലിമലയുടെ സംഭാഷണത്തിൽ കർത്താവ് പ്രവചിച്ചത്. ഒന്നാമത് ഇസ്രായേലിനെ കുറിച്ച് യേശു കർത്താവ് പ്രവചിച്ചു. നിങ്ങൾ മത്തായി സുവിശേഷം 24 അധ്യായം, ഓൾറെഡി ഞാൻ പറഞ്ഞു, മത്തായി സുവിശേഷം 24 അധ്യായം ഒലിവെട്ട് ഡിസ്ക്ലോസ് ആണ്, കർത്താവ് പ്രവചിക്കുകയാണ്. മത്തായി സുവിശേഷം 24 അധ്യായം 4 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ 4 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമതായി യേശു കർത്താവ് പ്രവചിച്ചത് ഇസ്രായേലിനോട് യേശു പ്രവചിക്കുകയുണ്ടായി. രണ്ടാമത് മത്തായി സുവിശേഷം 24 അധ്യായം 32 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് സ്തോത്രം സഭയെക്കുറിച്ച് പ്രവചിക്കുകയുണ്ടായി. മനസ്സിലാക്കുക, സഭ അന്ന് ജനിച്ചിട്ടില്ല, പക്ഷേ യേശു കർത്താവ് ജനിപ്പാൻ പോകുന്നതായ സഭയെക്കുറിച്ച് കർത്താവ് പ്രവചിക്കുകയാണ്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, വളരെ അറ്റൻഷൻ ആവശ്യമാണ്. നിന്റെ കുട്ടിയെ കെട്ടിയെടുക്കും, വലിയ വീട് കെട്ടും, കാറ് കിട്ടും. ഇത് പറയാനല്ല ഞാൻ വന്നത്. നീ എങ്ങനെയെങ്കിലും കത്തുന്ന നരകത്തിൽ നിന്ന് സ്വർഗത്തിലെത്തണം, അത് പറയാനാണ് ഞാൻ എത്തിയത്. അതുകൊണ്ട് കേക്ക്, AD 32 ഏപ്രിൽ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരത്ത്, ഒരിക്കൽ കൂടെ AD 32 ഏപ്രിൽ മാസം 12-ാം തീയതി ചൊവ്വാഴ്ച വൈകുന്നേരത്ത് കർത്താവ് യേശു ക്രിസ്തു ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി അവനിതാ ഒലിവുമലയുടെ താഴ്വരയിലൂടെ, ആ കിദ്രോൻ താഴ്വരയിലൂടെ മേലേക്ക് കയറുകയാണ്. പ്രധാനമായി 4 സ്തോത്രം ശിഷ്യന്മാർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ് യേശുവിൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. സ്തോത്രം അവനിതാ കയറി ചെല്ലുന്നു.
സ്തോത്രം. അതിൻ്റെ പിറ്റന്നാണ്, അത് ഏപ്രിൽ മാസം 14-ാം തീയതിയാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിന് മേൽ മരിക്കുന്നത്. യേശു മരിച്ചു 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി പോകുന്നു. യേശുവിനറിയാം, ഞാനിതാ മരണത്തോട് അടുക്കുകയാണ്, ഞാനിതാ ചാകാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞില്ല. ഞാനിതാ ജയിപ്പാൻ പോകുന്നു, പിശാചിൻ്റെ തല തകരാൻ പോകുന്നു, പാതാള ഗോപുരങ്ങൾ ഉടയ്ക്കപ്പെടാൻ വേണ്ടി പോകുന്നു. ഓ, മാനവജാതിയുടെ വീണ്ടെടുപ്പ് ഇതാ ദൈവകൃപയാൽ സംഭവിപ്പാൻ വേണ്ടി പോകുന്നു. തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, യേശു ക്രൂശിനെ കണ്ട് തിരിഞ്ഞോടിയില്ല. യേശു ക്രൂശിനെ കണ്ട് തിരിഞ്ഞോടിയില്ല. യേശു ക്രൂശിലേക്കോടി, ക്രൂശിനെ ജയിച്ച് അവന് ഉയർത്തെഴുന്നേറ്റ്. നിങ്ങൾ യേശുവുള്ള ദൈവമക്കളെങ്കിൽ പ്രശ്നങ്ങളെ കണ്ട് തിരിഞ്ഞോടത്തില്ല. നിങ്ങൾ പ്രശ്നത്തിലേക്ക് ഓടി പ്രശ്നത്തെ ജയിച്ച് നിങ്ങൾ പ്രമോഷൻ പ്രാപിക്കും. ഹല്ലേലൂയ. ലോകത്തിൽ കാറ്റിനെ ഭയക്കുന്നതാണ് എല്ലാ പക്ഷികളും. പക്ഷെ ഒരൊറ്റ പക്ഷി മാത്രമാണ് കാക്ക. കാറ്റിനെ സ്നേഹിക്കുന്നവൻ കഴുകൻ വന്ന് സ്റ്റോം ലവറാണ്. കമോൺ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ സ്തോത്രം സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ പ്രശ്നത്താൽ ഉയർത്തപ്പെട്ടവർ കരങ്ങളെ ഒന്ന് ഉയർത്തിയാണ്. ലൈഫിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മളെ ഉയർത്തിയത്. അപ്പുറത്തെ ലിഫ്റ്റല്ല നമ്മളെ ഉയർത്തിയത്. ഒരച്ചാച്ചനും അമ്മാമിയുമല്ല നമ്മൾ ഉയർത്തിയത്. പകരം സ്തോത്രം നമ്മുടെ ഉയർച്ച വന്നത് പല പ്രോബ്ലംസിലൂടെയാണ് ദൈവം നിന്നെ ഉയർത്തിയത്. ഈ ദിവസത്തിൽ നിനക്ക് എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഗെറ്റ് റെഡി. അടുത്ത ലെവലിലേക്ക് പോകാൻ സമയം വന്നിരിക്കുന്നു. കൈയടിക്കുന്നേ, നേരെ കൈയടിക്കണം. ഒന്നാം ഭാഗം കർത്താവ് ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ചു. രണ്ടാം ഭാഗം കർത്താവ് സ്തോത്രം സഭയെ കുറിച്ച് പ്രവചിക്കുകയാണ്. പക്ഷെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, കർത്താവേ, സഭ ഇല്ലല്ലോ, സഭ ഉണ്ടായിട്ടില്ലല്ലോ. സ്തോത്രം. അതേ, നിന്റെ ചുറ്റും 12 അപ്പോസ്തലന്മാരുണ്ട്, പക്ഷെ 12 തലവേദനകളാണല്ലോ അവര്. ഓ കമാൺ. കർത്താവ് പറയും, യൗമാരെ അല്ല ഞാൻ വിശ്വസിച്ചത്, പകരം വേറെ ഒരാൾ വരുന്നുണ്ട്. സ്തോത്രം. ഞാൻ വന്നത് പ്രയോജനം, പക്ഷേ ഞാൻ പോയാലേ മറ്റേ ആൾ വരത്തുള്ളൂ. ഓ കമാൻ. ഞാൻ വന്നത് പ്രയോജനം, പോകുന്നത് വളരെ പ്രയോജനം. ഹല്ലേലൂയ. ഞാൻ വന്നത് പ്രയോജനം, പോകുന്നത് വളരെ പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് വരികയില്ല. സ്തോത്രം. അതെ, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് വരികയില്ല. ഇപ്പോൾ ഉള്ളവന്മാരിലല്ല എനിക്ക് വിശ്വാസം, വരാൻ പോകുന്ന പരിശുദ്ധാത്മാവിലാണ് എനിക്ക് വിശ്വാസം. ഹല്ലേലൂയ. കമാൺ. നീ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് മനുഷ്യനല്ല, നീ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ദൈവത്തിലാണ്. നീ ആശ്രയിക്കേണ്ടത് മനുഷ്യനല്ല. മനുഷ്യൻ കാലുമാറും, എന്നാൽ കാലുമാറാത്ത, കൈവിടാത്ത ഒരു കർത്താവുണ്ട്. പത്രോസ് തുടങ്ങി 12 അപ്പോസ്തലന്മാർക്ക് കുഴപ്പമുണ്ട്. പക്ഷേ യേശു ട്രസ്റ്റ് ചെയ്തത്, യേശു മനസ്സിലാക്കിയത്, അത് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് തൻ്റെ സഭയിതാ സ്ഥാപിച്ച് നയിപ്പാൻ വേണ്ടി പോകുന്നു. തുടർന്ന് മത്തായി സുവിശേഷം 32 മുതൽ 24-ാം അധ്യായം, മത്തായി 24, 32 മുതൽ 51 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ചർച്ചിനെ കുറിച്ച് ഇതാ പ്രവചിക്കുകയാണ്, സഭയെക്കുറിച്ച് പ്രവചിക്കുകയാണ്. അവൻ്റെ മുൻപിൽ ഒരു ക്രൂശുണ്ട്, പക്ഷേ ഉയർപ്പിന് ശേഷമുള്ളതായ സ്തോത്രം സഭയെക്കുറിച്ച് കർത്താവ് ഇതാ പ്രവചിക്കുകയാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരും നോക്കി പറയട്ടെ, നിങ്ങളുടെ മുൻപിൽ വെല്ലുവിളി ഉണ്ടെങ്കിൽ ആ വെല്ലുവിളി വരും, പക്ഷേ ആ വെല്ലുവിളി പോകും. നിങ്ങൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചാണ്. ഹലോ ഹലോ ഹലോ. നിന്റെ മുൻപിൽ ഒരു ക്രൂശ് ഉണ്ടെങ്കിൽ, നിന്റെ മുൻപിൽ ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ, ഇൻ ജീസസ് നെയിം, അറിയാതെ വന്ന കുരിശ് അറിയാതെ നിന്നെ അടുത്ത ലെവലിലേക്ക് ഉയർത്തുവാൻ വേണ്ടി പോകുന്നു. അതിനുശേഷമുള്ളതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ അതേ നീ ക്രമീകരിച്ചാട്ടെ. യേശു കർത്താവ് ക്രൂശിനപ്പുറമുള്ള സ്തോത്രം ഉയർപ്പിന് ശേഷം, അതേ ഉയർപ്പിന് ശേഷം ഉണ്ടാകാൻ പോകുന്നതായി പെന്തക്കോസ്ത് നാളിൽ സഭ സ്ഥാപിച്ചു. സ്തോത്രം. ആ സഭയ്ക്കുള്ളതായ കാര്യങ്ങളെ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇതാ പ്രവചിക്കുകയുണ്ടായി. എന്നിട്ട് യേശു കർത്താവ് പറഞ്ഞു, ഈ തലമുറയുണ്ടല്ലോ, ഈ തലമുറ ഒരു പ്രത്യേക തലമുറയെക്കുറിച്ച് പറയുന്നു, അതൊരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, തലമുറ. ഒരിക്കൽ കൂടെ. Come on. ദൈവം സീസന്റെ ദൈവമല്ല, ദൈവം ജസ്റ്റ് ദിവസങ്ങളെ ദൈവമല്ല, ദൈവം തലമുറകളെ ദൈവമാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് എന്തോ കറി വിളമ്പും എന്നാണ്. നമ്മൾ ചിന്തിക്കുന്നത് വൈകിട്ട് ചോറ് വേണോ ചപ്പാത്തി വേണോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ദിവസങ്ങളെക്കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ദൈവം പ്ലാൻ ചെയ്യുന്നത് തലമുറകളെ കുറിച്ചാണ്. Come on. ഒരു കോഴി കണ്ണിൻ്റെ സ്ഥാനത്തെ കഴുകൻ കണ്ണ് സഭയ്ക്കുണ്ടാകട്ടെ.
എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? കോഴി അടുത്തുള്ളത് മാത്രമേ കാണത്തുള്ളൂ, എന്നാൽ കഴുകന് ദൂരെ കാഴ്ചയുണ്ട്. നിന്റെ മക്കളെ കുറിച്ച്, നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവകൃപയാൽ ഒരു കഴുകൻ കണ്ണ് ദൈവകൃപയാൽ ജനം പ്രാപിക്കട്ടെ. ഹേ, പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ മിനിസ്ട്രി എവിടെ ഇരിക്കും? 10 വർഷം കർത്താവ് വന്നില്ലെങ്കിൽ നിങ്ങൾ ആരായി തീരും? കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹേ, കം ഓൺ, ടോക്ക് ടു മീ, ടോക്ക് ടു മീ. 2029 നിങ്ങളുടെ മക്കൾ എവിടെ ഇരിക്കും? ചിന്തിക്ക്. 2034 വരെ കർത്താവ് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്തായി തീരും? നീ ദിവസങ്ങളെയല്ല പ്ലാൻ ചെയ്യേണ്ടത്. ദൈവം തലമുറകളെ ദൈവമാണ്. ആദാമിനെ നോക്കി ദൈവമായ കർത്താവ് പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവനായി പെരുകി ഭൂചരത്തിലൊക്കെയും അതേയും നിറയുക, സകലനെ അടക്കി വാടുക. അർത്ഥം സ്തോത്രം. ആദാമിനെ കുറിച്ച് ദൈവം പറഞ്ഞത് തലമുറയാണ്. 8 പേരെ നോഹയുടെ പെട്ടകത്തിലുള്ളൂ. പക്ഷേ 8 പേർ നോഹയുടെ പെട്ടകത്തിലുള്ളപ്പോൾ ഇവിടെ 2-3 പേര് കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്നത് പോലെ, അയ്യോ 8 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദൈവം ഉറങ്ങിയല്ലായിരുന്നു. ദൈവം വർദ്ധനവിൻ്റെ ദൈവമാണ്. ദൈവം അവിടെയും 8 പേരെ നോക്കി ദൈവം പറഞ്ഞു, വർദ്ധിപ്പീൻ. ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ പ്രേയർ ഗ്രൂപ്പിൽ 8 പേരെ കാണത്തുള്ളൂ, നിന്റെ കൂട്ടായ്മയിൽ 8 പേരെ കാണത്തുള്ളൂ. കമാൺ, ഇന്ത്യ കാണാൻ പോകുന്ന അടുത്ത മെഗാ ചർച്ച അതായിരിക്കും. ഒരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങളൊന്ന് ചലിപ്പിച്ചാട്ടെ. ഒരു 5 പേരെ തൊട്ട് പറ, നമ്മൾ വർദ്ധിപ്പാൻ പോകുകയാണ്. ഒന്ന് പറഞ്ഞു മക്കളെ, നമ്മൾ വർദ്ധിപ്പാൻ പോകുകയാണ്. അവൻ വർദ്ധനവിൻ്റെ ദൈവമാണ്. തലമുറകളെ ദൈവം അവൻ വർദ്ധനവിൻ്റെ ദൈവമാണ്. ഇൻക്രീസ്. ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്. ഇൻക്രീസ്. വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം പറ. ഇങ്ങനെയല്ല, CSI അല്ല ഇത്, CSI അല്ല, കത്തോലിക്കൻ അല്ല ഇത്. കമാൺ, ജീവനുള്ള ദൈവസഭ, വാ തുറന്ന് ഇൻക്രീസ്. നീ വർദ്ധിപ്പാൻ വേണ്ടി പോകുന്നു. ശബ്ദം ഉയർത്തി. തലകുലിക്കാനല്ല പറഞ്ഞ, വാ തുറന്ന്. ഇത് നാടകമല്ല തലകുലിക്ക് സമ്മതിക്കാൻ. ഖമാ, ആധാരം തുറക്കണം, നിന്റെ വാ തുറക്കണം, നിന്റെ ശബ്ദം സ്വർഗത്തിൽ ഉയരണം. വർദ്ധനവ്. ആദാമിനോട് ദൈവം പറഞ്ഞത് വർദ്ധനവ്, നോഹയുടെ ദൈവം പറഞ്ഞത് വർദ്ധനവ്, അബ്രഹാമിനോട് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ തലമുറകളുടെ വർദ്ധനവ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അപ്പന്മാരും അമ്മമാരും നോക്കി ഇന്ന് പകലും കർത്താവിൽ എനിക്ക് പറയാനുള്ളത്, നിന്റെ മക്കളെ മേലുള്ളതായ വർദ്ധനവ്. അവിടെ താലന്തുകൾ വർദ്ധിക്കാൻ പോകുന്നു. ഓ കമാൺ, അവിടെ ജ്ഞാനം വർദ്ധിക്കാൻ പോകുന്നു. മാതാപിതാക്കൾക്കില്ലാത്ത ഭയങ്കര വിദ്യാഭ്യാസം മക്കൾക്കുണ്ടാകാൻ പോകുന്നു. ഇന്ത്യൻ പ്രസിഡന്റ് നിന്റെ മക്കളെ വിളിച്ചു മാനിക്കുന്നത് നീ കാണുവാൻ പോകുന്നു. വിശിഷ്ട സേവാ മെഡലുകൾ പോലെയുള്ള നല്ല അവാർഡുകൾ അല്ലെങ്കിൽ ബഹുമതികൾ നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിലൂടെ ഉണ്ടാകുവാൻ പോകുന്നു. വർദ്ധനവ്. പിശാച് ഉള്ളത് പൊളിക്കുമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഇല്ല, നിന്നെക്കുറിച്ച് ഞാൻ ശുഭകരമായൊരു ഭാവി കണ്ടിട്ടുണ്ട്. ഞാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. He's a God of increase. He is a God of generation. സ്റ്റോറി ഇന്ന് രാവിലെ വായിച്ചു തുടങ്ങിയ 90 സങ്കീർത്തനം അങ്ങനെയാണ് പറയുന്നത്. പർപ്പസിലിയാണ് ആ സങ്കീർത്തനം എടുത്തത്. ദൈവമേ, നീ തലമുറകളെ ദൈവമാണ്. He is the God of generation. ദൈവം കാണുന്നത് ഒരു നേരത്തെ പയർപായസമല്ല. ദൈവം കാണുന്നത് യാക്കോബിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഗോവേടിയാണ്. ഓ come on, hallelujah. വർദ്ധനവ്. ദൈവം കാണുന്നത് നിന്റെ ഉയർച്ചയാണ്. ദൈവം കാണുന്നത് തലമുറകളാണ്. തലമുറകളെ സ്വാധീനിക്കുന്ന വ്യക്തികളെ ദൈവം ഈ കോൺഗ്രിഗേഷൻ സെക്കൻഡ് സർവീസിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, നീ ഒരു പള്ളിയല്ല സ്വാധീനിക്കുന്നത്, ഒരു സഭയല്ല നീ സ്വാധീനിക്കുന്നത്. പകരം നീ ആയിരിക്കുന്ന ഈ തലമുറയ്ക്ക് നീ വലിയ ഇമ്പാക്ട് നിന്നിലൂടെ കർത്താവ് നൽകുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ഈ തലമുറ എന്നത് ഗ്രീക്ക് ഭാഷയിൽ സ്തോത്രം ജനിച്ച് അമ്മ കണ്ടതിന് ശേഷം, അപ്പൻ കണ്ടതിന് ശേഷം ആ ജനനം മുതലുള്ളതായ സമയമല്ല. പകരം അമ്മയുടെ ഗർഭത്തിൽ ഉളവാകുന്നത് തുടങ്ങി. അമ്മയുടെ ഗർഭത്തിൽ, അതേ ആ വിശുദ്ധ ബന്ധത്തിൽ അമ്മയുടെ ഗർഭത്തിൽ ആ കുട്ടി ഉളവാകുന്ന അപ്പം മുതൽ അവൻ്റെ മരണം വരെയുള്ളതാണ് അവൻ്റെ തലമുറ, അല്ലെങ്കിൽ അവൻ്റെ സ്പാൻ ഓഫ് ലൈഫ്.
അവൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് അവൻ ജനിച്ചു പുറത്തു വരുന്ന അയ്യോ ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി അതല്ല, പകരം അമ്മയുടെ ഗർഭത്തിൽ സ്തോത്രം നട്ടപ്പോൾ തന്നെ ആ സെക്കൻഡ് മുതൽ നിൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? അമ്മയുടെ ഗർഭത്തിൽ നിങ്ങളുടെ സുന്ദരിമാരായ മക്കളെ കർത്താവ് എപ്പോഴാണോ നട്ടത് അപ്പോൾ തന്നെ. ഓ ഗ്ലോറി, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ആ പ്രഗ്നൻസി സ്റ്റേജിൽ പോരുകൾ ഉണ്ടായെങ്കിൽ, ആ പ്രഗ്നൻസി സ്റ്റേജിൽ സ്തോത്രം ഇതിനെ അബോർട്ട് ചെയ്തകളാ, ഇത് മന്ദബുദ്ധിയാകും, ഇത് ശരിയാകത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ് സ്തോത്രം അത് കുഞ്ഞ് അകത്തിരുന്നപ്പോൾ തന്നെ പ്രശ്നം വന്നു എങ്കിൽ മനസ്സിലാക്കുക, നോ, അതൊരു സ്പെഷ്യൽ ചൈൽഡാണ്. ഹല്ലേലൂയ, അതൊരു സ്പെഷ്യൽ ചൈൽഡാണ്. കമാൻ, ഇന്ന് പകൽ ദൈവകൃപയാൽ സ്പെഷ്യൽ മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്പെഷ്യൽ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചേ കൊല്ലാൻ സാത്താൻ നോക്കി. നിന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചേ മന്ദബുദ്ധിയാക്കാൻ സാത്താൻ നോക്കി. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് വികലാംഗ ആയി തീരുവാൻ സാത്താൻ ശ്രമിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, നോ, ഇത് പഞ്ചായത്ത് പ്രോപ്പർട്ടി അല്ല, ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ്. ഈ കുഞ്ഞിനെ കുറിച്ച് എനിക്കൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. കൈയടിക്കത്തെങ്കിൽ നേരെ കരങ്ങൾ അടിച്ചേ. ഓ ഗ്ലോറി. സോ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ദൈവം മെനഞ്ഞു. സ്തോത്രം. യിരെമ്യാ 1:5 അങ്ങനെ പറയുന്നു, ഗലാത്യർ 1:15 അങ്ങനെ പറയുന്നു. യെസ്, സ്തോത്രം. ആണാണോ പെണ്ണാണോ, അതെ ചുരുണ്ട മുടിയാണോ നീലമുടിയാണോ ചൈന മൂക്കാണോ ഇല്ല നല്ല സുന്ദരൻ ഇന്ത്യൻ മൂക്കാണോ എന്ന് എല്ലാം പറഞ്ഞ ദൈവമാണ് നിന്നെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ദൈവം മെനഞ്ഞത്. സ്തോത്രം. അതാണ് സ്പാൻ ഓഫ് ലൈഫ്. പക്ഷേ സ്തോത്രം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഏതാണ് ഈ തലമുറ എന്ന് പറയുന്നത്? എത്ര വർഷമാണ്? കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തലമുറ എന്ന് പറയുന്നത് 40 ഇയേഴ്സ്. പക്ഷേ സ്തോത്രം അതിന് ചെറിയൊരു തിരുത്ത് എനിക്ക് നൽകേണ്ടതായിട്ടുണ്ട്. സങ്കീർത്തനം 95:10 അനുസരിച്ചാണ് നമ്മളത് സ്തോത്രം 40 ഇയേഴ്സ് എന്ന് പറയുന്നത്. അത് മരുഭൂമിയിലെ തലമുറ. മക്കളെ, ആ വാക്യങ്ങൾ തരണം. മുട്ടായി മേടിച്ച് തരാം ഞങ്ങൾ. 95 സങ്കീർത്തനം 10 വാക്യം. 95 സങ്കീർത്തനം 10 വാക്യം. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനം, എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു. 40 ആണ്ട്. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. 40 ആണ്ട് മരുഭൂമിയിൽ മോശയുടെ കീഴിൽ നടന്നതായ ജനം, ആ തലമുറ 40 ആണ്ടായിരുന്നു. അവർക്ക് ആ പ്രത്യേക കാലയളവിനെ ദൈവം വിളിച്ചത് 40 ആണ്ട്. ആ 40 ആണ്ട് ആ തലമുറയിലൂടെ നടന്ന് അവരുടെ പ്രത്യേകത എന്താണ്? അവർ പിറുപിറുക്കുന്നവരായിരുന്നു, അവർ അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നു. പിറുപിറുക്കുന്നവർ, അനുസരണക്കേട് കാണിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കുറച്ച് പേരേ ഉള്ളൂ. സ്തോത്രം. പിറുപിറുത്ത് സ്തോത്രം. അതെ, പിറുപിറുത്ത് അനുസരണക്കേട് കാണിച്ച് നടന്നതായ ആ തലമുറയ്ക്ക്, ആ ജനത്തിന് പിറുപിറുത്ത് അനുസരണക്കേട് നടന്ന അവർക്ക് എത്ര നാളാണ് ദൈവം കൊടുത്തത്? 40 ആണ്ട് കൊടുത്ത്. അപ്പോൾ വചനം അനുസരിക്കാതെ പിറുപിറുത്ത് നടന്നാൽ ആയുസ് കുറയും എന്നാണ് തിരുവചനം പറയുന്നത്. 40 ആണ്ട് അത്രയേ ഉള്ളൂ. പക്ഷേ അവരുടെ പാസ്റ്ററോട് നമുക്ക് ചോദിക്കാം. ആ ചർച്ചിൻ്റെ അല്ലെങ്കിൽ ആ അസംബ്ലിയുടെ പാസ്റ്റർ സ്തോത്രം മോശയോട് ചോദിക്കാം. മോശേ സ്തോത്രം, എത്ര നാളാ ഒരു തലമുറ? മോശെ പറ, എത്ര നാളാ തലമുറ? മോശ തൻ്റെ സഹോദരൻ്റെ അടക്കം കഴിഞ്ഞിട്ട്, അഹരോൻ്റെ അടക്കം കഴിഞ്ഞിട്ട് വലിയ ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ആയി മോശ വന്ന് 90 സങ്കീർത്തനം എഴുതി. ഇന്ന് രാവിലെ ടോറി അത് വായിച്ചു. വളരെ ഭാരത്തിലും പ്രയാസത്തിലൊക്കെ ഇരുന്ന് 90 സങ്കീർത്തനം എഴുതി. മോശ പറഞ്ഞു, 70 വർഷം ഏറെ ആയാൽ. നിങ്ങൾക്ക് ആ വാക്യം കാണാതെ അറിയോ? ആരൊക്കെയോ ഫുൾ സ്റ്റോപ്പ് ഇട്ടൊക്കെയാണ്. ഇതിനപ്പുറം പോകാൻ പാടില്ല കർത്താവേ. 70 വർഷം ഏറെ ആയാൽ 80 വർഷം. സ്തോത്രം. അതിൻ്റെ പ്രതാപം കഷ്ടത മാത്രമാണ്. അത് കഴിയാൻ ഞങ്ങൾ വേഗം എങ്ങനെയും വന്ന് പോയാൽ മതി, കണ്ണുനീര് മാറി വേദന തീർന്ന്. സ്തോത്രം. അതെ. മോശ പറയുന്നു 70-80 വർഷം. അത് മോശയുടെ അഭിപ്രായമാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അത് ദൈവത്തിൻ്റെ അഭിപ്രായമല്ല. ഞാനതിലേക്ക് വരാം. ജലപ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യൻ്റെ ആയുഷ്കാലം ഏറ്റവും കുറഞ്ഞത് 900 സംവത്സരമായിരുന്നു.
ജലപ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് മനുഷ്യൻ്റെ ആയുഷ്കാലം 900 സംവത്സരമായിരുന്നു. ജലപ്രളയത്തിന് ശേഷം കർത്താവ് പറഞ്ഞു, ഞാൻ അത് 120 സംവത്സരമായി ഞാൻ ചുരുക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇപ്പോഴതാ സ്തോത്രം, കഷ്ടതയും ദുഃഖവും പ്രയാസവും ഒക്കെ കണ്ട് ആയിരിക്കുന്നതായ മോശ, അവനെ കല്ലെറുവാൻ കാത്തിരിക്കുന്ന ജനം, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതായ അതേ ആ ഗോത്രപിതാക്കന്മാർ, അവൻ അംഗീകരിക്കാത്തതായ സ്തോത്രം ഇസ്രായേൽ ദേശത്തിൻ്റെ ലീഡർഷിപ്പ്, അതൊക്കെ കണ്ടിട്ട് മോശ പറഞ്ഞു, 70 മതി, ഈ 80 മതി. സ്വർഗത്തിലെ ദൈവം അത് കേട്ടിട്ട് ചിരിച്ചു കാണും. ഇവിടെ ഇരുന്ന് ആരോ പറയുന്നു, ജീവിതം മതി, കയ്യേർത്തണ്ട, കേട്ടിരുന്നാൽ മതി, ജീവിതം മതി, എങ്ങനെയും കർത്താവ് ഒന്ന് വന്നാൽ മതി, ഇല്ലെങ്കിൽ എന്നെ കെട്ടി അങ്ങോട്ട് എടുത്താൽ മതി, എങ്ങനെയും മതി. പക്ഷേ ഈ അടുത്ത കാലത്തെങ്കും നീ തട്ടിപ്പോകത്തില്ല എന്നൊരു സദ്വർത്തമാനം കൂടെ ഞാൻ ദൈവകൃപയാൽ പറയട്ടെ. കാര്യം മോശ പറഞ്ഞു 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. എൻ്റെ ചേട്ടൻ അഹരോൻ പോയി, എനിക്കും സ്തോത്രം എൻ്റെ പെട്ടിയും ഞാൻ പാക്ക് ചെയ്തിരിക്കുകയാണ്. എന്നുള്ള സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പെട്ടിയെ അൺറാപ്പ് ചെയ്താട്ടെ, അത് തുറന്നാട്ടെ. കാര്യം എന്താ? സ്തോത്രം, നിന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞത്, ഞാൻ കരുതുന്നത്, നിന്നെക്കുറിച്ച് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 120 സംവത്സരമാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന സകലതം ഇത് പകൽക്കാലം അടുത്തൊരു ചാപ്റ്ററായി തീരട്ടെ. നിങ്ങൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നത് സകലതും അടുത്തൊരധ്യായമായിട്ടെ. ദൈവകൃപയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇനി ഒത്തിരി 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 വൻ കാര്യങ്ങൾ ദൈവത്തിന് നിൻ്റെ ലൈഫിൽ ചെയ്യുവാനുണ്ട്. ആരൊക്കെയോ സ്തോത്രം പറഞ്ഞില്ല, ഒരിക്കൽ കൂടെ എത്രയോ വൻ കാര്യങ്ങൾ ദൈവത്തിന് നിന്നിൽ ചെയ്യാനുണ്ട്, നിന്നിലൂടെ ചെയ്യാനുണ്ട്, നിന്നിൽ ചെയ്യാനുണ്ട്, നിന്നിലൂടെ ചെയ്യാനുണ്ട്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. അതെ, 40 സംവത്സരം മരുഭൂമിയിൽ കിടക്കുന്ന ജനം. മോശ പറഞ്ഞത് 70-80 സംവത്സരം. പക്ഷേ കണ്ണട വയ്ക്കാതെ, കണ്ണ് മങ്ങാതെ 120 വയസ്സ് വരെ ദൈവമായ കർത്താവ് മോശയെ അതിശയവും അത്ഭുതകരമായി നടത്തി. ആവർത്തനം 34 വീട്ടിൽ പോയി വായിച്ചാട്ടെ. ഇപ്പം നോക്കല്ലേ, ദാഹിക്കുമ്പോൾ കിണർ കുടിക്കല്ലേ, ഇപ്പോൾ കേൾക്കും കാലമാണ്, ഇപ്പോൾ വായിക്കും കാലമല്ല. ആവർത്തനം 34 പറയുന്നു, സ്തോത്രം, മോശയ്ക്ക് അതെ 120 വയസ്സായപ്പോഴും അവന് നല്ല കാഴ്ചയുണ്ടായിരുന്നു. നെബോ പർവ്വതത്തിൽ നിന്ന് വാഗ്ദത്ത ദേശം സ്തോത്രം മോശ വളരെ സ്തോത്രം കൃത്യവും വ്യക്തവുമായി ദൈവത്തിൻ്റെ കൃപയാൽ കാണുകയുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ പ്രശ്നങ്ങൾക്ക് നിൻ്റെ ആയുസ്സിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. രോഗങ്ങൾക്ക് നിൻ്റെ ആയുസ്സിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒരിക്കൽ കൂടെ, പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും രോഗങ്ങൾക്കും ബലഹീനതകൾക്കും നിൻ്റെ ആയുസ്സിനെ കുറയ്ക്കാൻ കഴിയത്തില്ല. ഐ എം സോറി. സ്തോത്രം. ഉറങ്ങിയിരുന്ന കുഞ്ഞിപ്പഴ കണ്ണു പറഞ്ഞത്. സ്തോത്രം. അതെ, പ്രശ്നങ്ങൾക്ക് വെല്ലുവിളികൾക്ക് നിങ്ങളെ ആയുസ്സിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്കറിയാമോ, 2024 യഹൂദൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 82 വർഷമാണ്. യഹൂദൻ്റെ സ്തോത്രം ശരാശരി ആയുസ് ഇപ്പോൾ ഈ വർഷം 82 വർഷമാണ്. എന്തെല്ലാം വെല്ലുവിളിയാണ്. അപ്പുറത്തൊരു ഹമാസ് ഉണ്ട്. ഹമാസ്, ഏത് ഹമാസ് വന്നാലും ഹിമാസ് വന്നാലും നോ വേ നിൻ്റെ ആയുസിനെ കുറയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഹിസ്ബുള്ളയുണ്ട്. ഹിസ്ബുള്ള, ഏത് ഹിസ്ബുള്ളയായാലും ഹെർബുള്ളയായാലും നോ വേ നിൻ്റെ ആയുസിനെ കുറയ്ക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, യേശുവിൻ നാമത്തിൽ ആയുസിനെതിരെ നിൽക്കുന്ന, ആയുസിനെതിരെ വാളോങ്ങുന്ന സകല കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവയ്ക്ക് അഴിയാം. ആയുസ്സിനെതിരെ, ജീവിതത്തിന് നേരെ വാളോങ്ങുന്ന സകലതും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നല്ലൊരാമേൻ പറ മക്കളെ. എല്ലാ ഹാർട്ട് അറ്റാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. കേട്ടില്ല. എല്ലാ ഹാർട്ട് അറ്റാക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ സ്ട്രോക്കിനെ ക്യാൻസൽ ചെയ്യുന്നു. എല്ലാ ബലഹീനതകളെ ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഈ ജനം ആരാധിക്കുന്ന ഈ വേളയിൽ ഉച്ചം തന മുതൽ ഉള്ളം പാദം വരെ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി ഈ സെക്കൻഡ് സർവീസിൽ, യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി രക്തത്തിൽ, മജ്ജയിൽ, മാംസത്തിൽ, ത്വക്കിൽ, ഞരമ്പിൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. റിസീവ് യുവർ ഹീലിംഗ്. ഹല്ലേലൂയ. എവിടെയെങ്കിലും തട്ടുപാടുകൾ ലൈഫിൽ ഉണ്ടായെങ്കിൽ, എവിടെയെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ, സ്തോത്രം, ദൈവം നിൻ്റെ സംവത്സരങ്ങളെ, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ദൈവം നിനക്ക് മടക്കി തരുന്നവനാണ്.
ഒരിക്കൽ കൂടെ, ദൈവം നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ മടക്കി തരുന്നവനാണ്. എവിടെ എഴുതിയിരിക്കുന്നു? യോവേൽ പ്രവചനം 1-ാം അധ്യായം 2-ാം അധ്യായം. അവിടെ തുള്ളൻ, വെട്ടുക്കിളി, പച്ചപ്പുഴു വീട്ടിൽ 4 ശക്തികൾ, സ്തോത്രം, അദ്ദേഹം നന്മകളെ തിന്ന് നശിപ്പിച്ചു. 4 ശക്തികൾ. എന്തുകൊണ്ട് 4 ശക്തികൾ? വാഴ്ചകളെ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതി, സ്വർലോകങ്ങളെ, ദുഷ്ടാത്മ സൈന്യം എന്നതുപോലെ സാത്താനും കൂട്ടരും നിന്റെ നന്മകളെ, നിന്റെ സ്തോത്രം അനുഗ്രഹങ്ങളെ, അല്ലെങ്കിൽ നിന്റെ പച്ചിപ്പിനെ തിന്ന് നശിപ്പിച്ചെങ്കിൽ അടുത്ത അധ്യായത്തിൽ യോബേൽ 2-ൽ കർത്താവ് പറയുന്നു, ഐ വിൽ റിസ്റ്റോർ യുവർ ഇയേഴ്സ്. നിന്റെ നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഞാൻ നിനക്ക് മടക്കി തരുവാൻ വേണ്ടി പോകുന്നു. ഹലോ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ നോക്കി പറവാൻ, കർത്താവ് എനിക്ക് നൽകിയതായ ദൂത് ഇതാണ്. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, നിന്റെ കുഴപ്പം കൊണ്ട് നിനക്ക് കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ടാലും, നിന്റെ പൂർവികരുടെ കയ്യിലിരിപ്പ് കൊണ്ട് നിന്റെ കുറേ വർഷങ്ങൾ നഷ്ടപ്പെട്ടാലും, ദൈവം പറയുന്നു, ഇല്ല, ഞാൻ ആ നഷ്ടപ്പെട്ടത് നിനക്ക് തിരികെ നൽകുവാൻ വേണ്ടി പോകുന്നു. ഏതൊക്കെ ഓഫീസിൽ പോയാൽ, ഏതൊക്കെയോ മന്ത്രിമാരുടെ അടുക്കലേക്ക് പോയാൽ അവർ പറയും, അയ്യോ പോയത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനിയുള്ളത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. മനുഷ്യർ പറയുന്നതാണ്, ഇനിയുള്ളത് നോക്കിക്കൊള്ളാം. പക്ഷേ എൻ്റെ ദൈവം പറയുന്നത്, ഇനിയുള്ളത് ഞാൻ നോക്കാമെന്ന് മാത്രമല്ല, ഞാൻ നാളത്തെ ദൈവം മാത്രമല്ല, ഇന്നിൻ്റെ ആലോചനയാണ്. ഞാൻ നാളത്തെ ദൈവം മാത്രമല്ല, ഇന്നിൻ്റെ ആലോചനയാണ്. ഇന്നത്തെ ആലോചന ഇതാണ്, ഞാൻ നാളത്തെ ദൈവം മാത്രമല്ല, ഞാൻ ഇന്നലത്തെയും ദൈവമാണ്. ഇന്നലകളിൽ ആർക്കും സ്തോത്രം പരിഹരിപ്പാൻ കഴിയാത്ത വിഷയങ്ങൾ കിനാവള്ളി പോലെ, ഒക്ടോപ്പസ് പോലെ നിന്റെ ലൈഫിൽ എൻറ്റാങ്കിൾ ചെയ്തിരിക്കുന്നു, കുരുക്കിയിട്ടിരിക്കുന്നെങ്കിൽ, ഇന്നലത്തെ കുരുക്കുകൾ, ഇന്നലത്തെ അബദ്ധ തീരുമാനങ്ങൾ, ഇന്നലത്തെ ഫൂളിഷ് ഡിസിഷൻസ് നിമിത്തം ഇന്നലത്തെ കുരുക്കുകളിൽ കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നസ്രയത്തിലെ ആശാരി നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അക്കെട്ടുകളെ അടിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. അത് 10 വർഷം മുമ്പുള്ളതായിരിക്കാം, 5 വർഷം മുമ്പുള്ളതായിരിക്കാം, കഴിഞ്ഞ തലമുറയിലുള്ളതായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ തലമുറകളുള്ളതായിരിക്കും. ആർക്കും വേണ്ടേ അത്? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ മക്കളെ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഒരിക്കൽ കൂടെ നമ്മൾ റിനൗൺസ് ചെയ്യാൻ പോവാ. ഇപ്പോൾ ആ ചെകുത്താനെ ചവിട്ടി പുറത്താക്കാൻ പോവാ. ഇപ്പോൾ ഈ സർവീസിന് എല്ലാ പാരമ്പര്യത്തിൻ്റെ നുകങ്ങൾ, ചങ്ങലകൾ, അതിൻ്റെ സ്വാധീനങ്ങൾ, അതിൻ്റെ തിക്ത അനുഭവങ്ങൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ നമ്മൾ അഴിച്ചു കളയാൻ വേണ്ടി പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. 2 കരങ്ങളെ ഉയർത്തി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ്. ശബ്ദമുയർത്തി പറഞ്ഞ യേശു കർത്താവേ, അങ്ങയുടെ തിരുനാമത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു. എൻ്റെ പാപങ്ങൾ നിമിത്തം, എൻ്റെ കുറവുകൾ നിമിത്തം, പറഞ്ഞ് എൻ്റെ പൂർവികരുടെ പാപം നിമിത്തം, എൻ്റെ പൂർവികരുടെ കുറവുകൾ നിമിത്തം എന്നിൽ സ്വാധീനിക്കുന്ന സകല തിന്മയുടെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എന്നേക്കുമായി വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പറഞ്ഞേ, എല്ലാ പാരമ്പര്യത്തിൻ്റെ, എല്ലാ വ്യർത്ഥ കാര്യങ്ങളുടെ സകല ബന്ധനങ്ങളെ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ എല്ലാ വ്യർത്ഥ പാരമ്പര്യ ശക്തിയെ, ഒരിക്കൽ കൂടെ, എല്ലാ വ്യർത്ഥ പാരമ്പര്യ ശക്തിയെ എന്നിൽ നിന്ന് എന്നേക്കുമായി വിട്ടുമാറുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. പറഞ്ഞ് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഞാൻ തിരിച്ചു പിടിക്കുന്നു. ഒരിക്കൽ കൂടെ, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ ഞാൻ തിരിച്ചെടുക്കുന്നു. വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തെ സ്തുതിക്കുക.
യെസ് യെസ്, ദിസ് ഈസ് വെരി പവർഫുൾ, വെരി പവർഫുൾ. വർഷങ്ങളായി കാത്തിരുന്നിട്ട് നടക്കാത്തത് ഇതാ സംഭവിപ്പാൻ പോകുകയാണ്. വർഷങ്ങളായി തട്ടിയിട്ടും തുറക്കാത്തത് ഇതാ തുറക്കുവാൻ പോകുകയാണ്. In Jesus' name, in Jesus' name. ഏറ്റെടുക്ക. ചിലരുടെ മേൽ ഒരു കൂട്ട വിടുതൽ വെളിപ്പെടുന്നു, ഒരു കൂട്ട വിടുതൽ. ചിലരുടെ മേൽ ഒരു പറ്റം വിടുതൽ, മാസ് ഡെലിവറൻസ് സംഭവിക്കുന്നു. ഒരു കൂട്ടം കാര്യങ്ങളെ ദൈവം ഇതാ സ്വതന്ത്രമാക്കുന്നു. യെസ്, ഒരു കൂട്ടം കാര്യങ്ങളെ കർത്താവ് സ്വതന്ത്രമാക്കുന്നു. Yes, 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 yes. Yes, 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 yes. ആ കരങ്ങൾ അടിച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിന്റെ പപ്പ കാണാത്തത് നീ കാണാൻ പോവാ, നിന്റെ മമ്മി കാണാത്തത് നീ കാണാൻ പോവാ. Get ready. Yes, 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 yes. ഏതാണ്ടൊക്കെ ഇറങ്ങി ഓടുക. ഈ ഹാളിൽ നിന്ന്, ഈ വ്യക്തികളിൽ നിന്ന് ഏതാണ്ടൊക്കെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇറങ്ങി ഓടുക. സോ ഞാൻ പറഞ്ഞത് വേദപുസ്തകമാണ്. ഒരു തലമുറയുണ്ട്, അവരത് കാണും. അതിന് മുമ്പുണ്ടായിരുന്ന തലമുറ കണ്ടില്ല. ആ തലമുറ ആ അത്തി തളിർക്കുന്നത് കാണും. ഓ, യു നോ ദ ട്രൂത്ത് ആൻഡ് ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ. അതിന് 50 വർഷം മുമ്പ്, 100 വർഷം മുമ്പ്, 500 വർഷം മുമ്പ്, 1000 വർഷം മുമ്പ് കാണാൻ കഴിയാത്ത ഒരു തലമുറ യേശു കർത്താവ് കണ്ടിട്ട് പറയുന്നു, ആ തലമുറ അത് കാണും. ഓ, നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണുമെന്ന്. നിന്റെ അപ്പൻ കാണാത്ത തളിർപ്പ് നീ കാണുമെന്ന്. നിന്റെ പൂർവികർ കാണാത്ത പച്ചിപ്പ് നീ കാണുമെന്ന്. നിന്റെ മാതാപിതാക്കൾ കാണാത്ത പൂവും കായും നീ കാണുമെന്ന്. ആരോടാ ഞാൻ പ്രവചിക്കുന്നത്? കമാൺ, നിന്റെ അപ്പനും അമ്മയും പാടാത്ത കൊയ്ത്തു പാട്ട് നീ വായ് നിറയെ പാടുമെന്ന്. വായ്, കാരണം തളിർക്കുകയാണ്. വെട്ടിവിട്ട കുറ്റികളിൽ നിന്ന് അത്തി തളിർക്കുകയാണ്. അത് ഞാൻ കാണാൻ പോവാ. ഓ കമാ, വേറെ ആരെങ്കിലും വന്നൊന്ന് പ്രസംഗിക്കുക. ഞാനൊന്ന് നൃത്തം ചെയ്തൊന്ന് ആരാധിക്കട്ടെ. വേറെ ആരെങ്കിലും കമാൻ, പ്രവചിക്കുന്ന പിള്ളേർ എഴുന്നേൽക്കട്ടെ. ഇങ്ങനെയുള്ള സർവീസുകളിൽ ഈ മൈക്ക് തട്ടിയെടുത്ത് പ്രവചിക്കുന്ന പിള്ളേർ എഴുന്നേൽക്കട്ടെ. ഓ, നമ്മുടെ ചർച്ചസിൽ, നമ്മുടെ സർവീസിൽ ഈ 1 man ഷോ ഒന്ന് അവസാനിച്ചേക്ക് കൊള്ളായിരുന്നു. ഓ, ഭാഗ്യമുള്ള കണ്ണായത്, ഭാഗ്യമുള്ള കണ്ണായത്. വെട്ടപ്പെട്ട വൃക്ഷം പോലെ നൂറ്റാണ്ടുകളായി കെട്ടപ്പെട്ട് കിടന്ന അവസ്ഥയിൽ നിന്ന് വെട്ടപ്പെട്ട വൃക്ഷം പോലെ ഒരു കുറ്റിയായി. നിന്നിലൊന്നിലും നടക്കത്തില്ല, നിന്റെ വീട്ടിലൊന്നും സംഭവിക്കത്തില്ല, നിന്റെ ചർച്ചിലൊന്നും ഉണ്ടാകത്തില്ല, നിന്റെ പട്ടണത്തിലൊന്നും യേശുവിന്റെ നാമത്തിൽ. Yes, 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 yes. അയ്യോ, ഇത് വേറെ വല്ല സംസ്ഥാനമായിരുന്നെങ്കിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ഞാൻ പറഞ്ഞതിന് 12 പേരെ അടുത്ത് പോയി പ്രവചിച്ചു പറ, സ്വന്തമായി പ്രവചിച്ചു പറ, വല്ലവനും തളിർക്കുമെങ്കിൽ അത് ഞാനായിരിക്കും. വല്ലവനും തളിർക്കുമെങ്കിൽ ഞാനായിരിക്കും. വല്ല ചർച്ചും വളരുമെങ്കിൽ അത് എന്റെ ചർച്ചായിരിക്കും. പറ പറ
വല്ലവന് പ്രവചിക്കുമെങ്കിൽ ഞാനായിരിക്കും. വല്ലവന് കൂട്ട മാനസാന്തരം കാണുമെങ്കിൽ അത് ഞാനായിരിക്കും. നീ പൊളിയുമെന്നല്ലവൻ പറഞ്ഞത്, നീ നാമാവശേഷമാകുമെന്നല്ല പറഞ്ഞത്. നിന്റെ മുൻപിൽ ഒരു തളിർപ്പുണ്ട്. ഓ ഹല്ലേലൂയ. ഇന്നത്തെ തലമുറ നിനക്കൊരു തളിർപ്പുണ്ട്. രണ്ടുപേരെ തോൽക്കരുത്, പെട്ടെന്ന് പറഞ്ഞേ, എനിക്കൊരു ഭയങ്കര തളിർപ്പുണ്ട്. പറഞ്ഞേ, എനിക്കൊരു തളിർപ്പുണ്ട്. സ്തോത്രം. നിങ്ങൾക്കൊരു തളിർപ്പ്. പക്ഷേ ഈ കോൺടെസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അതിതളിർക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അതിതളിർക്കുമെന്ന് പറഞ്ഞു. വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് പഴയ നിയമത്തിലുള്ളതായ സ്തോത്രം ഓരോ താഴ്വരയ്ക്കും ഓരോ ആത്മീയ വെളിപ്പാടുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്റ്റ് ഉണ്ട്. ആത്മീയ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് ഈസ് ദ റെവലേഷൻ. യേശുവാണ് വെളിപ്പാട്. അല്ലാതെ തൂട്ടുക്കുടി വഴി മഞ്ഞു പഠിക്കുന്ന ലഡാക്കിലേക്ക് നിന്റെ കൊച്ചു പോകും, അതല്ല വെളിപ്പാട്. ക്രിസ്തുവാണ് നിന്റെ വെളിപ്പാട്. ക്രിസ്തുവാണ് നിന്റെ വെളിപ്പാട്. ആ വെളിപ്പാടിലാണ് ദൈവം നിന്നെ പണിയുന്നത്. യെസ്, കൺഫ്യൂഷൻ നിന്നെ പൊളിക്കും. കൺഫ്യൂഷൻ പൊളിക്കും. എവിടെ എഴുതിയിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. ശത്രുവ് സ്തോത്രം അതെ കൺഫ്യൂഷൻ പൊളിച്ചു. ഭാഷകൾ മനസ്സിലായില്ല. അവർ പറയുന്ന ഇവർക്ക് മനസ്സിലായില്ല, ഇവർ പറയുന്നത് അവർക്ക് മനസ്സിലായില്ല, ഭർത്താവ് പറയുന്ന ഭാര്യയ്ക്ക് മനസ്സിലായില്ല, ഭാര്യ പറയുന്നത് പിള്ളേർക്ക് മനസ്സിലായില്ല. ആകെ ഒരു അവിയൽ പരുവാ. അവിടെ ഉള്ളതെല്ലാം പൊളിഞ്ഞു പോകും. പക്ഷേ അതേ സമയത്ത് റെവലേഷൻ വന്നാൽ അവിടെ എല്ലാം പണി നടക്കുക. കൺഫ്യൂഷൻ പൊളിക്കും. അതുപോലെ പൊളിക്കുന്ന ഒന്നാണ് അപവാദം പൊളിക്കും. ഇതുവരെ പണിയപ്പെടാൻ കഴിയാതെ പൊളിഞ്ഞു കിടക്കുന്ന ചേച്ചിമാർ കേൾക്കണം കേട്ടോ. നിന്റെ കെട്ടവിടിയാണ് അപവാദം. സ്തോത്രം. നിന്നെ പൊളിക്കുക. ചരിത്രം പറയുന്നു, ബൈബിളും പറയുന്നു. യേശു പറഞ്ഞു, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വേണം ഇവ കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ ഇത് പൊളിഞ്ഞു പോകും. കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ വേണം പൊളിഞ്ഞു പോകും. അപ്പോഴേക്കും സ്തോത്രം AD 32-ലാണ് ഇത് പറയുന്നത്. 38 വർഷം കഴിഞ്ഞപ്പോഴേക്കും ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ റോമിൽ നിന്ന് പട്ടാളം കടന്നു വന്നു. അവർ കടന്നു വന്നപ്പോഴേക്കും ഒരു അപവാദം. എൻ്റെ കർത്താവ്, ഇവിടെ ഭയങ്കര ഉണർവ് കിടക്കുക. നോക്ക്, ഇവിടെ ഭയങ്കര DL മൂഡി, അത് ചാൾസ് വെന്നി, ഇത് വേറെ ആരാണ്ട് 3 എണ്ണം ഇങ്ങനെ ഇരുന്ന് വലിയ ഉണർവ്. എടാ മക്കളെ നോക്കടാ, എന്നെ കണ്ടിട്ട് പോകണം കേട്ടോ. എനിക്ക് തിളച്ച വെള്ളത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടെ സ്നാനപ്പെടുത്താനുണ്ട്. യെസ്, ഹല്ലേലൂയ. ഞാൻ കരയിൽ നിൽക്കും, നിങ്ങൾ അകത്തിറങ്ങണം. എൻ്റെ മീറ്റിങ്ങിന് ഏവനിരുന്ന് ബഹളം ഉണ്ടാക്കിയാലും അവനെല്ലാം എന്നെക്കാൾ വലിയ ബഹളപ്രസംഗിമാരായി തീരട്ടെ. സോ AD 70 യേശു കർത്താവ് പറഞ്ഞു, 38 വർഷം കഴിഞ്ഞപ്പോഴേക്കും ടൈറ്റസിൻ്റെ സ്തോത്രം പട വരികയാണ്, റോമിൽ നിന്ന് വരികയാണ്. അന്ന് ഭയങ്കരമായ ഒരു അപവാദം അങ്ങ് പരന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നല്ല ഉപദേശം പരക്കുന്നതിനേക്കാൾ വേഗത്തിൽ പരക്കുന്നതാണ് അപവാദം. എന്തൊരു ശാന്തത. ഇന്ന് വരണ്ടായിരുന്നു. ചങ്കിന് കുത്തുന്ന വർത്തമാനം കേൾക്കാൻ എന്തിനാ ഇന്ന് വന്നത്? ഹല്ലേലൂയ. അപവാദം നിന്റെ കെട്ടതാണ്. നിന്റെ തലമുറ കുരുങ്ങിയത് അതിലാണ്. അപവാദം. പാവപ്പെട്ട ദൈവങ്ങൾക്കെതിരെ പറഞ്ഞ അപവാദം. സോ അപവാദം ഇതായിരുന്നു. ടൈറ്റസിൻ്റെ പടം എന്ന് പറഞ്ഞു, ശലോമോൻ യെരൂശലേം പണിതപ്പോൾ എല്ലാ കല്ലുകളുടെ ഇടയിലും സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. ശലോമോൻ ഈ യെരൂശലേം പണിതപ്പോൾ ഓരോ കല്ലുകളുടെ ഇടയിലും കുറേ സ്വർണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന സൈന്യം അത് കേട്ടു. റിയലി സ്വർണ്ണമല്ലയോ? കല്ലുകളുടെ ഇടയിൽ സ്വർണം കാണും. അമ്മമാരൊക്കെ പൊളിക്കാൻ തുടങ്ങി. 1 പൊളിച്ചു, 10 പൊളിച്ചു, 100 പൊളിച്ചു, ഒന്നിലും കിട്ടിയില്ല. അപവാദം പൊളിക്കും. കൺഫ്യൂഷൻ പൊളിക്കും. അപവാദം പൊളിക്കും. മുട്ടമേയിരിക്കണം, നല്ല ഇത് കിട്ടത്തുള്ളൂ. പലതിൻ്റെ ഇതിനകത്തിരിക്കുന്ന ചേച്ചിമാരുടെ തലമുറകളിലെ കെട്ടാണ് ഞാൻ പറയുന്നത്. ഇനി ഞാനല്ല, അറ്റ്ലാന്റിക് കടന്ന് ബെന്നീഗിൻ വന്ന് നിൻ്റെ തലയിൽ കൈവച്ചാലും, എത്ര ഗ്രൈൻഡർ മിനിസ്ട്രി കറക്കിയാലും, എത്ര പ്രവാചക ചേട്ടന്മാരെ പിന്നാലെ പോയാലും വിടുതൽ കിട്ടത്തില്ല. ഈ പുസ്തകം അനുസരിച്ച് ജീവിക്കണം. മറ്റുള്ളവർക്ക് നേരെ അപവാദം പറയുന്നവർ നോക്കണം, നിന്റെ ലൈഫ് തീർന്നു. പൊളിയും, അവിടെ പൊളിഞ്ഞു കിടക്കും. അങ്ങനെ യെരൂശലേം പൊളിഞ്ഞു.
കൺഫ്യൂഷൻ പൊളിച്ചു കളയും, അപവാദം പൊളിച്ചു കളയും. മറുവശത്ത് കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയ പണം കൊണ്ടല്ല, സ്വാധീനം കൊണ്ടല്ല, ഗ്ലാമർ കൊണ്ടല്ല, കുടുംബ പേര് കൊണ്ടല്ല, വെളിപ്പാട് കൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും. ലൈഫ് പണിയപ്പെടണമോ, ചർച്ച് പണിയപ്പെടണമോ, വെളിപ്പാടിലാണ് പണിയേണ്ടത്. ക്രൈസ്റ്റ് സെന്റർ കേൾക്കട്ടെ, സഭ പണിക്കുന്നത് ഗ്രാനൈറ്റിലും മാർബിളിലും പണത്തിലും സ്വാധീനത്തിലുമല്ല. സഭ പണിക്കുന്നത് ക്രിസ്തുവിലുള്ള വെളിപ്പാടിലാണ്. വെളിപ്പാടില്ലെങ്കിൽ വായ്നാറ്റമുള്ള നിന്റെ വായ് അടഞ്ഞിരിക്കട്ടെ. കാരണം ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് പണിവാൻ വേണ്ടിയാണ്. യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഇതാ അത്തി തളിർക്കുവാൻ വേണ്ടി പോകുന്നു. റിയലി അത്തി തളിർക്കുവോ? എന്താ അത്തി എന്ന് കർത്താവ് പറഞ്ഞത്? കേൾക്കണം മക്കളെ. 3 സ്തോത്രം, അതെ, സസ്യങ്ങളെക്കുറിച്ച് ഞാൻ പറയട്ടെ. 2 വൃക്ഷം, 1 സ്തോത്രം, ഒരു ക്രീപ്പറെന്നോ അല്ലെങ്കിൽ പടരുന്ന ഒരു സസ്യം എന്നോ പറയാം. ഇത് 3 സ്തോത്രം തൃത്വം പോലെയാണ്. പിതാവ്, പുത്രൻ, ഒരിക്കൽ കൂടെ, പിതാവ്, പുത്രൻ. അയ്യോ, ഉറങ്ങിയിരുന്ന് ആരാണ്ട് കണ്ണു തുറന്നു. ആശീർവാദമല്ല, പ്രസംഗം പകുതിയായിട്ടേ ഉള്ളൂ. സോ നോക്ക്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, 2 മരങ്ങളും ഒരു സസ്യത്തെയും കുറിച്ച് കർത്താവ് പറഞ്ഞു. സ്തോത്രം, അതെ, അത് 3നും ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്പർ 1 വൈൻ. ഒന്നാമത് വൈൻ എന്ന് പറഞ്ഞാൽ മറ്റേ അടുത്ത കടയിൽ കിട്ടുന്നതല്ല, അതല്ല പറഞ്ഞത്. സ്തോത്രം, അതെ, മുന്തിരി. എല്ലാവരും പറഞ്ഞാട്ടെ, മുന്തിരി ഇസ്രായേലിൻ്റെ ആത്മീയതയെ കുറിക്കുന്നു. മുന്തിരി ഇസ്രായേലിൻ്റെ ആത്മീയതയെ കുറിക്കുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം, സങ്കീർത്തനം 80, ഇതൊക്കെ മുന്തിരി ഇസ്രായേലിൻ്റെ ആത്മീയതയെ കുറിക്കുന്നു. രണ്ടാമത് ഒലിവ് സ്തോത്രം ഇസ്രായേലിൻ്റെ, അതേ, സ്തോത്രം മതത്തെ കുറിക്കുന്നു. സ്തോത്രം, ഒലിവ് ഇസ്രായേലിൻ്റെ മതത്തെ കുറിക്കുന്നു. 3 സ്തോത്രം അത്തി. നമ്മളിന്ന് വായിച്ചത് അത്തി. എല്ലാവരും പറഞ്ഞാട്ടെ, അത്തി. ആൻറ്റി എന്നല്ല, ശബ്ദം ഉയർത്തി പറ. അത്തി. സ്തോത്രം, അത്തി ഇസ്രായേലിൻ്റെ രാഷ്ട്രീയത്തെ കുറിക്കുന്നു. സ്തോത്രം, അതെ, 1 മുന്തിരി, 2 ഒലിവ്, 3 അത്തി. ഞാൻ സ്തോത്രം ചോദിക്കട്ടെ, ഈ 3 കാര്യം യഹൂദനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം, മുന്തിരി, ഒലിവ്, അത്തി. ഒരിക്കൽ കൂടെ, മുന്തിരി, ഒലിവ്, അത്തി. പുതിയ നിയമസഭ ഈ 3 ഏതിലൊക്കെ ബന്ധപ്പെട്ടിരിക്കും? ഒരിക്കൽ കൂടെ, പുതിയ നിയമസഭ ഈ 3 കാര്യത്തിൽ ഏതിലൊക്കെ ബന്ധപ്പെട്ടിരിക്കും? സ്തോത്രം, കേക്ക്. 1 സ്തോത്രം, അതെ, മുന്തിരിയിൽ നീയുണ്ട്. കാരണം യേശു കർത്താവ് പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ, സ്തോത്രം, അതെ, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളി. സ്തോത്രം, നിങ്ങൾ കൊമ്പുകൾ. അതിനർത്ഥം ആത്മീയതയിൽ നിങ്ങളുണ്ട്. ഹല്ലേലൂയ. ആത്മീയതയിൽ നിങ്ങളുണ്ട്. യഹൂദനുള്ളതായ ആത്മീയ അവകാശവും അനുഗ്രഹവും ദൈവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നമ്പർ 2, രണ്ടാമത് ഒലിവ്. സ്തോത്രം, ഒലിവിൻ്റെ പ്രത്യേകത എന്താണ്? ഒലിവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റോമാലേഖനം 11-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമാലേഖനം 11, 17, 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് സ്തോത്രം പൗലൂസിലൂടെ പറയുകയാണ്, കാട്ടൊലിവും നാട്ടൊലിവും. ഒരിക്കൽ കൂടെ, കാട്ടൊലിവും നാട്ടൊലിവ്. അതിൻ്റെ അർത്ഥം സ്തോത്രം, പഴയ നിയമത്തിലെ യഹൂദ മതത്തിൻ്റെതായ സകല സ്തോത്രം അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ആത്മീയ അനുഗ്രഹമുണ്ട്, അതുപോലെ മതത്തിൻ്റെ അനുഗ്രഹം. മീനിങ്, പഴയ നിയമത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്തോത്രം പഴയ നിയമ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതിലും നിങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾക്കില്ലാത്തതായ ഒരു കാര്യമെന്ന് പറയുന്നത്, അവൻ്റെ പൊളിറ്റിക്കൽ സെനാരിയയിൽ, അവൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിങ്ങളുടെ ലൈഫില്ല. സ്തോത്രം, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അവൻ്റെ എബ്രായ ഭാഷ അത് നമുക്കുള്ളതല്ല. അവൻ്റെ അവൻ്റെ നാഷണൽ ആന്തം നമുക്കുള്ളതല്ല. അവൻ്റെ സ്തോത്രം, അതെ, ദേശീയ ഗാനം നമുക്കുള്ളതല്ല. ലോകത്തിൽ ഞാൻ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയിൽ വെച്ച് യഹൂദനെ കാണുന്നെങ്കിൽ അവർ നോക്കി ഇങ്ങനെ പറയും, സർ, ഐ ലൈക്ക് 1 സോങ്. പെട്ടെന്ന് എന്നെ തുറച്ചു നോക്കും, ഞാനങ്ങ് പാടും, ലാ 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 ലാ. താരാട്ട് പാട്ടല്ല. ലാ 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 ലാ. സോ അത് യഹൂദൻ്റെ ദേശീയ ഗാനമാണ്. ഇവൻ്റെ കണ്ണുകളിൽ, ചേട്ടാ നീ എങ്ങനെയാണ് പാടുന്നത്? സ്തോത്രം, ഞാൻ പറയും, ഐ ലവ് ഇസ്രായേൽ. കാരണം എൻ്റെ കർത്താവ് വന്നത് യഹൂദയിൽ നിന്നാണ്.
എൻ്റെ കർത്താവ് യഹൂദനാണ്. ആൻഡ് സോ ഓൺ. സ്തോത്രം. പക്ഷേ ആ രാഷ്ട്രീയ അനുഗ്രഹം സ്തോത്രം നിങ്ങൾക്കുള്ളതല്ല, രാഷ്ട്രീയ അവകാശം നിങ്ങൾക്കുള്ളതല്ല. ബാക്കി മതത്തിൻ്റെ അനുഗ്രഹം പുതിയ നിയമത്തിലുണ്ട്, ആത്മീയ അനുഗ്രഹം നമുക്കുണ്ട്. പക്ഷേ സ്തോത്രം കർത്താവ് പറഞ്ഞു, അതെ ഈ രാഷ്ട്രമുണ്ടല്ലോ അത് വീണ്ടും തളുക്കുവാൻ വേണ്ടി പോകുന്നു. ആര് പറഞ്ഞതനുസരിച്ച്? എസെക്കിയേൽ പ്രവചിച്ചതനുസരിച്ച്. കരങ്ങൾ ഉയർത്തി മനസ്സിലായ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്, സ്തോത്രം. ഈ ജനം സ്തോത്രം അല്ലെങ്കിൽ ഈ രാഷ്ട്രം ദൈവകൃപയാൽ തളർക്കുവാൻ പോകുന്നു. 14-ാം തീയതി മെയ് മാസം 1948 മെയ് മാസം 14-ാം തീയതി ആ രാഷ്ട്രം ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം സ്ഥാപിക്കപ്പെടുകയുണ്ടായി. സോ അത് കണ്ട ജനറേഷൻ യേശു കർത്താവ് പറഞ്ഞു ആ ജനറേഷൻ ഒഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ യേശു അത് സംസാരിക്കുമ്പോൾ, കർത്താവ് ഒലിവുമലയിൽ നിന്ന് സംസാരിക്കുമ്പോൾ അന്നുള്ളതായ യഹൂദന്മാരാകുന്ന അന്നത്തെ തലമുറയല്ല, ആദ്യ നൂറ്റാണ്ടിൽ പത്രോസ് ഉൾപ്പെടെ ഉള്ളതായ യെരുശലേം ചർച്ചിൽ ഉണ്ടായി വന്നതായ ആദിമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ജനറേഷൻ അല്ല. പകരം സ്തോത്രം ഇസ്രായേൽ, അതേ രാജ്യം, മോഡേൺ സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ സ്ഥാപിക്കപ്പെടുന്നത് കണ്ടതായ തലമുറ അത് ഒഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്തോത്രം എന്ന് 40 വർഷമാണോ? മോശ പറഞ്ഞതുപോലെ 70, ഏറെയായാൽ 80 എന്ന് പറയുന്ന വർഷമാണോ? സ്തോത്രം. നമുക്ക് മോശ പറയുന്നതല്ല പ്രമാണം, അല്ല പ്രവാചകനും പറയുന്നതല്ല പ്രമാണം, പ്രാസംഗികനല്ല പ്രമാണം. പകരം ദൈവവചനം പറയുന്നതാണ് പ്രമാണം. നമുക്ക് ഒരു തലമുറ ദൈവത്തിൻ്റെ കണ്ണിൽ എത്ര വർഷമാണ്? ഒരു തലമുറ ദൈവത്തിൻ്റെ കണ്ണിൽ എത്ര വർഷമാണ്? അത് കാണണമെങ്കിൽ അബ്രഹാമിക് കവനന്റിലേക്ക് വന്നാട്ടെ. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി ചെയ്യുന്ന ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ എൻ്റെ 16-ാം വാക്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ 5 കാര്യങ്ങളെ എൻ്റെ അടുക്കൽ യാഗത്തിന് വേണ്ടി കൊണ്ടുവരണം. 5 സ്തോത്രം കാര്യങ്ങളെ എൻ്റെ സന്നിധിയിലേക്ക് യാഗത്തിന് വേണ്ടി കൊണ്ടുവരണം. അങ്ങനെ അബ്രഹാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് 5 കാര്യങ്ങളെ യാഗത്തിന് വേണ്ടി കൊണ്ടുവന്നു. റാഞ്ചൻ പക്ഷി വന്നു, അബ്രഹാം ആട്ടിക്കളഞ്ഞു, നിങ്ങൾക്കറിയാം. എന്നിട്ട് ഒരു കുട്ടി പോലും അബ്രഹാമിന് ഇല്ല. ഈ 15-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞു പോലും അബ്രഹാമിന് ആ സാഹചര്യത്തിൽ ഇല്ല. ഒരു കുഞ്ഞു പോലും. അപ്പോൾ ഇസഹാക്ക് ജനിച്ചിട്ടില്ല. പക്ഷേ 15-ാം അധ്യായത്തിൽ 500 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രവചനം ദൈവം പറയുക. ഹലോ, 15-ാം അധ്യായത്തിൽ അബ്രഹാം ഒന്നുമില്ല കർത്താവേ, ഞാൻ ശൂന്യൻ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ദൈവം പറയുന്നത് 30 ലക്ഷം അബ്രഹാമിൻ്റെ സന്താനം പുറപ്പെടുന്ന 30 ലക്ഷത്തിൻ്റെ പുറപ്പാടിൻ്റെ ദൂതാ ദൈവം പറയുന്നേ. വല്ലോ മനസ്സിലായോ? നിൻ്റെ പോക്കറ്റ് ശൂന്യമായി കിടക്കുമ്പോൾ, നിൻ്റെ അലമാര ഒഴിഞ്ഞു കിടക്കുമ്പോൾ, ജീവിതം തകർന്നു കിടക്കുമ്പോൾ, ഇനി ലൈഫില്ല എന്ന് പറയുമ്പോൾ, അപ്പോഴാണ് ദൈവം പറയുന്നത് ആർക്കുമില്ലാത്ത വലിയൊരു പുറപ്പാട് നിൻ്റെ ലൈഫിൽ ഞാനിതാ കൽപ്പിക്കാൻ വേണ്ടി പോകുകയാണ്. ദ വേസ്റ്റ് ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് ദൂത് ദൈവം പറഞ്ഞത്. കേട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. നിന്റെ ലൈഫിൻ്റെ ഏറ്റവും വേസ്റ്റ് ടൈമിലാണ് ഏറ്റവും ബെസ്റ്റ് ദൂത് ദൈവം പറയുന്നത്. 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് ഒരു കുട്ടി പോലും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, നോ, സ്തോത്രം, നിനക്ക് ഞാനൊരു സന്താനത്തെ നൽകുക. അവർ വർദ്ധിക്കുക. കുറേ നാൾ കഴിഞ്ഞിട്ട് സ്വന്തമല്ലാത്ത ദേശത്തേക്ക് അവർ പ്രവാസികളായി പോകും. നോക്ക് 16-ാം വാക്യം. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരാം. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എത്ര? 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. 30 വർഷം യോസെഫ് ഉണ്ടായിരുന്നു. തുടർന്നുള്ള 400 സംവത്സരം യോസെഫ് ഇല്ലായിരുന്നു. 4-ാം തലമുറക്കാർ മടങ്ങി വരും. 4-ാം തലമുറ എന്ന് പറഞ്ഞാൽ സ്തോത്രം 400 വർഷം കഴിഞ്ഞിട്ട് അവർ മടങ്ങി വന്നു. അതിനർത്ഥം ഒരു തലമുറ എന്ന് പറയുന്നത് 100 വർഷമാണ്. ദൈവത്തിൻ്റെ കണ്ണിൽ, മനസ്സിലായ കരങ്ങൾ ഉയർത്തിയാട്ടെ, ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു തലമുറ എന്ന് പറയുന്നത് 100 വർഷമാണ്. മോശയ്ക്ക് 70 80 വർഷമായിരുന്നപ്പോൾ അനുസരണം കെട്ട സ്തോത്രം അതേ മരുഭൂമിയിൽ കറങ്ങി നടന്നവന് 40 വർഷമായിരുന്നപ്പോൾ ദീർഘായുസിൻ്റെ ദൈവം പറയുന്നു, ആരോഗ്യത്തിൻ്റെ ദൈവം പറയുന്നു. സ്തോത്രം അതെ, 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. വാഗ്ദത്ത ദേശത്തേക്ക് 4th generation will come back. 4-ാം തലമുറ മടങ്ങി വരുമെന്ന് പറയുന്നത് 4-ാം തലമുറ, 4 തലമുറ 400 സംവത്സരമെങ്കിൽ ഒരു തലമുറ എന്ന് പറയുന്നത് 100 വർഷം. ഈ സ്തോത്രം അതേ ദൂതൻ്റെ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളത് വളരെ ശ്രദ്ധിക്കണമേ. 1948 സ്തോത്രം പാലസ്റ്റൈൻ പോസ്റ്റ് എന്നാണ് അതേ ഒരു പേപ്പർ നിങ്ങൾ
നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാൻ പറ്റും. അന്ന് അവർ പറയും സ്തോത്രം, അന്ന് അവർ പറഞ്ഞു 1948 ഇസ്രായേൽ സ്റ്റേറ്റ് വാസ് ബോൺ. 1948 തുടങ്ങി 100 വർഷം എന്ന് പറഞ്ഞാൽ 2048 വർഷം. ഇപ്പോ എത്ര വർഷമായി? 76 വർഷമായി. മോശ അനുസരിച്ച് 70 സംവത്സരം, 80 സംവത്സരം. സോ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇത് അവസാന നാളുകളല്ല, ഇത് അവസാന മണിക്കൂറുകളല്ല, ഇത് അവസാന മിനിറ്റുകളോ അവസാന സെക്കൻഡോ ആണ്. കാരണം സ്തോത്രം എൻ്റെ കൺക്ലൂഷൻ ടൈമിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം നമ്മൾ എടുക്കുകയാണ്. കേട്ടവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ എൻ്റെ കൺക്ലൂഷനിലേക്ക് സ്തോത്രം അതിൻ്റെ ഒടുവിലേക്ക് ദൈവകൃപയാൽ അടുക്കുകയാണ്. നോക്കിയാട്ടെ, മർക്കോസ് സുവിശേഷം 13-ാം അധ്യായം 28 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, അത്തിയെ നോക്കി ഒരു ഉപമ പിടിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കെ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. 30-ാം വാക്യം, ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല, ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. സോ വാട്ട് ഇസ് ദാറ്റ് ജനറേഷൻ? ആ തലമുറ എന്ന് പറയുന്നത് ഏതാണ്? ദൈവത്തിൻ്റെ കണക്കിൻ പ്രകാരം സ്തോത്രം 2048 മുമ്പ് സ്തോത്രം എന്തും സംഭവിക്കാം. ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഈ സ്തോത്രം 1948 തുടങ്ങി 2048 വരെയുള്ള വർഷങ്ങളിൽ എന്തും സംഭവിക്കാം. സോ ഈ തലമുറയിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുള്ളത്. ഈ തലമുറയിലാണ് ടെക്നോളജി ഏറ്റവും അധികമായി വർദ്ധിച്ചത്. ഈ തലമുറയിലാണ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ടോട്ടലി മാറിയത്. ഈ തലമുറയിലാണ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഭയങ്കരമായി മാറിയത്. ഇത് മുഴുവൻ അർത്ഥമാക്കുന്നത് സ്തോത്രം ഒരുങ്ങിയിരിക്കെ കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കൺക്ലൂഷൻ സ്തോത്രം 1948 വരെ 1948 വരെ അതേ സഭ മാത്രം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ സഭയില്ലായിരുന്നു, യഹൂദം മാത്രം ഉണ്ടായിരുന്നു. പഴയ നിയമത്തിൻ്റെ കാലത്തിൽ കേൾക്കണം, സഭയില്ലായിരുന്നു, യഹൂദം മാത്രം ഉണ്ടായിരുന്നു. 1948 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു, ചർച്ച ഉണ്ടായിരുന്നു. എന്നാൽ 1948 കഴിഞ്ഞപ്പോൾ ഇസ്രായേലും ഒരു വശത്തുണ്ട്, മറുവശത്ത് സഭയും ഒരു വശത്തുണ്ട്. എന്താ ബ്രദർ അങ്ങനെ പറഞ്ഞത്? സ്തോത്രം 1948 ശേഷം പൊളിറ്റിക്കൽ ഇസ്രായേൽ, സ്തോത്രം അതെ രാഷ്ട്രീയ ഇസ്രായേലുമുണ്ട്, ചർച്ചുമുണ്ട്. അത് രണ്ടെണ്ണം ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേൾക്കണമേ. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 2 കാഹളങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിൽ 2 കാഹളങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ, 2 കാഹളങ്ങൾ. ശബ്ദമുയർത്തി പറഞ്ഞേ, 2 കാഹളങ്ങൾ. കേട്ടില്ല? ഒരിക്കൽ കൂടെ, 2 കാഹളങ്ങൾ. ഏതാണ് ആ 2 കാഹളങ്ങൾ? ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കട്ടെ. ഒരു വശത്ത് ഇസ്രായേൽ എന്ന സ്തോത്രം അതേ കാഹളവും, മറ്റൊന്ന് സഭ ആകുന്ന കാഹളവും. 2 സ്തോത്രം അതേ കാഹളങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെ, ഒരുമിച്ച് വെക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു വശത്ത് സ്തോത്രം ഇസ്രായേൽ രാഷ്ട്രമുണ്ട്, മറുവശത്ത് സ്തോത്രം സഭയുണ്ട്. അന്ത്യകാലത്ത് കാഹളം ധ്വനിക്കുവാൻ വേണ്ടി പോകുന്നു. സോ ഈ സ്തോത്രം അതേ പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂത് ഇതാണ്. സോ സഭയും സ്തോത്രം ഇസ്രായേലുമായി ഒരുമിച്ച് അടുത്തിരിക്കുന്ന ഇതുപോലൊരു തലമുറ വേറൊരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ കൂടെ, ഇസ്രായേലും സഭയുമായി അടുത്തതുപോലെ ഇതുപോലൊരു കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടേ ഇല്ല. ഒരു വശത്ത് ഇസ്രായേലുണ്ട്, മറുവശത്ത് സഭയുണ്ട്. ഇതുപോലെ അടുത്തതായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. 2 കാഹളം അടുത്തടുത്ത് വയ്ക്കുന്ന പോലെ ഒരു കാഹളം ഊതുമ്പോൾ ജനം കൂടി വരുന്നു, രണ്ടാമത്തെ കാഹളം ഊതുമ്പോൾ അവർ പുറപ്പെടുന്നു. ഒരിക്കൽ കൂടെ, ഒരു കാഹളം ഊതുമ്പോൾ അവർ കൂടി വരുന്നു, രണ്ടാമത്തെ കാഹളം ഊതുമ്പോൾ അവർ പുറപ്പെടുന്നു. മീനിങ് ഏത് നേരവും ഈ മധ്യാകാശത്തിൽ ഒരു കാഹളനാദം കേൾപ്പാൻ സ്തോത്രം കാലമായി. ഏത് നേരവും മധ്യാകാശത്തിൽ ഒരു കാഹളം കേൾപ്പാൻ കാലമായി. മനസ്സിലാക്കിയവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ഒന്നാമത്തെ കാഹളം ഗ്യാദർ ചെയ്യിപ്പിക്കാനാണ്, രണ്ടാമത്തെ സ്തോത്രം കാഹളം പുറപ്പെടുവിക്കുവാനാണ്. ഏത് നേരത്തും സ്തോത്രം കർത്താവ് താൻ ഗംഭീരനാദത്തോടും പിന്നെ പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ, ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ കാലമായി. ചോദ്യം ഇതാണ്, സ്തോത്രം ചോദ്യം ഇതാണ്, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. ഈ തലമുറ അത്തി തളർത്തത് കണ്ടെങ്കിൽ ഈ തലമുറ കർത്താവിൻ്റെ വരവും കാണും. ഈ തലമുറ
ഹലോ, യെസ്. ഈ തലമുറ അത്തി തളർത്തത് കണ്ടെങ്കിൽ ഈ തലമുറ കാഹളനാദം കേൾക്കും, കർത്താവിൻ്റെ വരവ് കാണും. ഹല്ലേലൂയ. ഈ തലമുറ അപ്പുറത്തെ ശവപ്പെട്ടിയിൽ കയറേണ്ട തലമുറയല്ല. ഈ തലമുറ മരണം കാണാതെ എടുത്തുകൊള്ളപ്പെടുവാനുള്ളതായ തലമുറയത്രേ. ഈ തലമുറ യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതായ ദൈവകൃപയുടെ തലമുറയത്രേ. സ്തോത്രം. അതുകൊണ്ട് ഒരുങ്ങിയിരുന്നാട്ടെ. ഒരു ഉപമ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. എത്ര പേർക്ക് ആ ഉപമ കേൾപ്പാൻ താല്പര്യമുണ്ട്? ബോസ് വന്നേ മക്കളെ. സ്തോത്രം. ഒരുങ്ങിയിരിക്കുക. ഈ ലോകത്തിൻ്റെ ഗ്രിപ്പ് കളഞ്ഞ് ഒരുങ്ങിയിരിക്കുക. ലോകത്തിൻ്റെ പിടുത്തമുണ്ടല്ലോ, അത് കളഞ്ഞ് ദൈവകൃപയിൽ ഒരുങ്ങിയിരിക്കുക. ഉപമ ഇതാണ്. ഒരു ദിവസം ഒരു കൊടുങ്കാട്ടിലൂടെ ഒരു കഴുകനിതാ പറന്നു വരികയാണ്. കഴുകനിങ്ങനെ പറന്നു വരുമ്പോൾ നല്ല താഴ്വര, നല്ല കാടുകൾ, നല്ല മല ഒക്കെ ഇങ്ങനെ ആ കഴുകൻ കാണുന്നു. ആ മലകളുടെ ഇടുക്കിലൂടെ വലിയൊരു നദി ഇതാ പതഞ്ഞു ഒഴുകുകയാണ്. ആ നദി വലിയൊരു വെള്ളച്ചാട്ടത്തിൽ ആ നദി പതിക്കുന്നു. ആ കഴുകൻ നദിയെ കണ്ടു, വെള്ളച്ചാട്ടത്തെ കണ്ടു, താഴ്വരയും മലയും കണ്ടു. കഴുകൻ മുന്നിലേക്ക് വരികയാണ്. കഴുകൻ മുന്നിലേക്ക് വന്ന് പറന്നു വരുമ്പോൾ ആ നദിയിൽ ഏതാണ്ട് കിടക്കുന്നു. അതിങ്ങനെ ചലിക്കുന്നു. കഴുകൻ കുറച്ചുകൂടെ താണ് പറന്നപ്പോൾ ചത്ത നല്ലൊരു പോത്ത് ആ വെള്ളത്തിലൂടെ ഒഴുകി വരികയാണ്. ആ ചത്ത പോത്തിനെ കണ്ടപ്പോൾ കഴുകൻ്റെ വായിൽ വല്ലാതെ വെള്ളം ഊറി. കാരണം നല്ല ഇഷ്ടഭോജനം ഇതാ വെള്ളത്തിലൂടെ ഒഴുകി വരിക. കഴുകൻ താണ് പറന്നു തൻ്റെ മൂർത്ത എല്ലുകളെ ആ പോത്തിലേക്ക് കുത്തിയിറക്കി അതിൻ്റെ മുകളിലിരുന്ന് ഇരിപ്പൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ആസ്വദിച്ച് ആ പോത്ത് ഇറച്ചി കഴുകൻ തിന്നാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞു. ഇങ്ങനെ ഇറച്ചി തിന്ന് മുന്നിലേക്ക് വരുമ്പോൾ ആ പോത്തിൻ്റെ ഉലച്ചിൽ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു. കഴുകൻ മനസ്സിലായി എന്തോ പന്തി കേടുണ്ട്. അവൻ തല ഉയർത്തി നോക്കുമ്പോൾ അയ്യോ, നേരത്തെ ഞാൻ പറന്നപ്പോൾ കണ്ടതായ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ആ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഈ പോത്ത് എന്നെയും കൊണ്ട് പോകുന്നത്. കഴുകൻ എന്താ ചെയ്തത്? തൻ്റെ വിശാലമായ ചിറകിനെ വിടർത്തി മേലേക്ക് പറക്കുവാൻ വിഫലമായ ഒരു ശ്രമം നടത്തി. എന്തോ ശ്രമം? വിഫലമായ ഒരു ശ്രമം നടത്തി. അതിന് പറന്ന് പൊങ്ങാൻ പറ്റിയില്ല. കാര്യം എന്താണെന്നറിയോ? ആ പഴുത്ത അല്ലെങ്കിൽ ആ പുഴുത്ത ആ സ്തോത്രം എല്ലുകളുടെ ഇടയിൽ കഴുകൻ്റെ നഖം ഉടക്കിപ്പോയിരുന്നു. അതുകൊണ്ട് കഴുകന് ആ ചത്ത പോത്തിൻ്റെ മൃതശരീരത്തെ വിടാൻ കഴിഞ്ഞില്ല. അതിൽ ഉടക്കിപ്പോയത് കൊണ്ട് ആ വെള്ളച്ചാട്ടത്തിൽ ആ പോത്തുമായി സ്തോത്രം കഴുകൻ പതിച്ചു. കഴുകൻ ചത്തു. ഇന്ന് ആ കഴുകൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, എടാ എങ്ങാണ്ട് ഉയരത്തിൽ പറക്കേണ്ടവനായിരുന്നു നീ, എങ്ങാണ്ട് ഉയരത്തിൽ പറന്ന് കയറേണ്ട നീ ഇതാ താഴ്വരയിൽ ആ വെള്ളച്ചാട്ടത്തിൽ നീ തകർക്കപ്പെട്ടു. ദൂത് എങ്ങാണ്ട് ഉയരേണ്ടവനാണ് നീ, എങ്ങാണ്ട് പറന്ന് കയറേണ്ടവനായ നീ ഏതിലോ നീ കുരുങ്ങിക്കിടന്നാൽ, ആ പാപത്തിൽ, ആ അശുദ്ധിയിൽ, ആ സ്വാധീനത്തിൽ നീ കുരുങ്ങിക്കിടന്നാൽ നിന്റെ തകർച്ച ഭയാനകമായിരിക്കും. കർത്താവിൻ്റെ മേശയിലേക്ക് പോകുന്നതിന് മുൻപ് കണ്ണുകളെ അടച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചു പറഞ്ഞാട്ടെ, താങ്ക് യു ജീസസ്. സ്വയശോധന ചെയ്താട്ടെ. എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? ഏതിലാണ് സത്താൻ എന്നെ കുടുക്കി ഇട്ടിരിക്കുന്നത്? ഏതാണ് എന്നെ സ്വാധീനിച്ചിരിക്കുന്നത്? എവിടെയാണ് ഞാൻ കുടുങ്ങിക്കിടക്കുന്നത്? ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു തളിർപ്പ് കാണാനാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് വിലാപഗാനം പാടാനല്ല, വിടുതൽ അനുഭവിച്ച് ഒരു കൊയ്ത്തിൻ്റെ ഗാനം പാടാനാണ്. പകരം സ്തോത്രം എവിടെയോ ഞാൻ ഉടക്കിപ്പോയി. പത്രമേശ വിളമ്പുന്ന ദൈവദാസന്മാർ ഉൾപ്പെടെയുള്ളവർ ഒരു മിനിറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്രം, അതെ ഹല്ലേലൂയ, നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കണ്ണുകളടച്ച് നിർബന്ധമായി എല്ലാ കുട്ടികളും, ഹലോ, കണ്ണുകളടച്ച് എല്ലാ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. എവിടെയാണ് ഞാൻ ഉടക്കി കിടക്കുന്നത്? ആ കഴുകൻ അമൃത ശരീരത്തിൽ ഉടക്കിയതുപോലെ
എവിടെയാണ് ഞാൻ ഉറക്കി കിടക്കുന്നത്? താങ്ക് യു ജീസസ്. തീരുമാനിക്കുക.